നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര ശംഭോ മഹാദേവ ഭഗവാനെ അമ്മിയൂരപ്പ മഹാദേവ നാരായണ. മഹിംന പാരം തേ പരമവിദുഷയോ യദ്യ സദൃശി സ്തുതിർബ്രഹ്മാദീനാമപി തദവസന്നാ സത്വേ ഗിര അഥാവാച്യ സർവസ്വമതി പരിണാമാവതിഗൃണൻ മമാപ്യേഷ സ്തോത്രേ ഹര നിരപവാദപരികര. ശിവമഹിംന സ്തോത്രം പുഷ്പദന്ത കവിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ശിവസ്തോത്രം. നമ്മുടെ നാട്ടിൽ ശിവമഹിംന സ്തോത്രത്തിനെ കുറിച്ച് അറിയുന്നവരുമുണ്ട്, അതിലുപരി ഒരുപാട് പേർക്ക് അറിയുകയില്ല. അപ്പോൾ ഇത്തവണ ബഹുമാനപ്പെട്ട അമ്മിയൂർ ദേവസ്വം ചെയർമാൻ പ്രകാശേട്ടൻ ഏത് വിഷയമാണ് പറയേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ട് വിളിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നി ശിവമഹിംന സ്തോത്രം പറയാം. കടൽ പോലുള്ളൊരു സ്തോത്രം, 43 ശ്ലോകങ്ങൾ. ആ 43 ശ്ലോകങ്ങളെ ഓരോന്നായിട്ടെടുത്ത് വ്യാഖ്യാനിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. ആ 43 ശ്ലോകങ്ങളുടെയും മഹിമ ഗുരുവായൂരപ്പൻ എങ്ങനെ പറയിപ്പിക്കണോ അതുമാതിരി ചുരുക്കി പറഞ്ഞ് നിങ്ങളെ കൊണ്ടൊക്കെ അത് വായിപ്പിക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ടാണ്, അതിനൊരു പ്രചോദനം. ഇപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കണവർക്കും നാളെ റെക്കോർഡിങ് കേൾക്കണവർക്കും ഒക്കെ ശിവമഹിംന സ്തോത്രത്തിന് നിത്യസാധനയുടെ ഭാഗമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് ഈ മഹിംന സ്തോത്രത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുന്നു. മഹിംന സ്തോത്രങ്ങൾ അനവധിയുണ്ട്. ശിവൻ്റെ മഹിംന സ്തോത്രം, ഇനി ഒരു ശക്തി മഹിംന സ്തോത്രമുണ്ട്. അത് ഈ ശ്രീവിദ്യോപാസകർക്കൊക്കെ അറിയും. ശക്തി മഹിംന സ്തോത്രം സാക്ഷാത് ദുർവാസാവിൻ്റെയാണ് ശക്തി മഹിംന സ്തോത്രം. അതേപോലെ തന്നെ ഒരു ഗണേശ മഹിംന സ്തോത്രമുണ്ട്. അതും പുഷ്പദന്തൻ എഴുതിയതാണെന്നാണ്. ഒരു ദേവതയുടെ മഹിമയെ വർണ്ണിക്കുന്നതാണ് ഈ മഹിംന സ്തോത്രങ്ങൾ. അപ്പോൾ വിഷ്ണുവിന് എന്താ മഹിംന സ്തോത്രം ഇല്ലേ എന്ന് ചോദിച്ചാൽ വിഷ്ണുവിന് എന്ന് പറഞ്ഞിട്ടൊരു മഹിംന സ്തോത്രം അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഈ മമ്മിയൂരിരുന്നത് പറയണതിൻ്റെ ഒരു സന്തോഷമാണ്. ഈ ശിവമഹിംന സ്തോത്രത്തിനെ തന്നെ വിഷ്ണു മഹിംന സ്തോത്രമായിട്ടും സ്തുതിക്കാം. ഒരു സ്തോത്രം എങ്ങനെയാണ് 2 ദേവതാഭാവങ്ങൾക്ക് സ്തുതിയായിട്ട് വരിക എന്നുള്ളതിനൊരു എക്സാമ്പിൾ ചോദിച്ചാൽ അത് പുഷ്പദന്തൻ്റെ ശിവമഹിംന സ്തോത്രമാണ്. മധുസൂദന സരസ്വതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹം ഇതിനെ ഹരിഹരപക്ഷീയ വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഒരേ ശ്ലോകത്തിനെ ആദ്യം ശിവനായിട്ട് പറയും, അതേ ശ്ലോകത്തിനെ വിഷ്ണുവായിട്ടും പറയും. ഭയങ്കര രസമാണ്. 43 ശ്ലോകങ്ങളും ഈ ശിവനും വിഷ്ണുവും വേറെയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, അവരുടെ ആദ്യം ഈ ചകടത്തിനടി, പിന്നെ ഈ ചകടത്തിനടി, ഇങ്ങോട്ടൊരടി ഇങ്ങോട്ടൊരടി, അങ്ങനെയാണ്. ഒരു ചകടത്ത് മാത്രമല്ല, ഇവിടുന്ന് കൊടുക്കും അവിടുന്ന് കൊടുക്കും, അങ്ങനെ കൊടുത്തു പോകുന്ന ഒരു മഹാകൃതിയാണ്. അന്ന് ആലോചിച്ച് നോക്കണം, മധുസൂദന സരസ്വതി പരമ വൈഷ്ണവനായിരുന്നു, അദ്വൈതിയായിരുന്നു, വിഷ്ണുഭക്തനായിരുന്നു. അദ്ദേഹം മഹാദേവനും നാരായണനും ഒന്നാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതിയിരുന്നത്. ഈ മമ്മിയൂർ ക്ഷേത്രത്തിൽ ഈ വിഷ്ണു വരാൻ കാരണക്കാരനായിട്ടുള്ള ആളും ഇതേപോലെ ശിവനും വിഷ്ണുവും ഒന്നാണെന്ന് ഉറച്ചു വിശ്വസിച്ച ആളാണ്. അതുകൊണ്ടാണ് ബാണയുദ്ധത്തിൽ അദ്ദേഹം ശങ്കരനാരായണ സ്തുതി എഴുതി വെച്ചത് കൃഷ്ണഗീതിയിൽ. ആളാരാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. ശൈവ വൈഷ്ണവ സമന്വയത്തിൻ്റെ ഭൂമിയാണ് ഗുരുവായൂരും മമ്മിയൂരും. അതുകൊണ്ട് ശിവമഹിംന സ്തോത്രത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ, അതും ഈ ഭൂമിയിലിരുന്ന് പറയാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ശ്രവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് പരമഭാഗ്യം.
എല്ലാ സ്തോത്രങ്ങൾക്കും കഥയൊന്നും ഉണ്ടാവില്ല. ആരെങ്ങനെ എപ്പോൾ ഏത് സാഹചര്യത്തിൽ ഈ സ്തുതി എഴുതി എന്നൊന്നും നമുക്ക് അറിയില്ല. ഇപ്പോൾ വിഷ്ണുഭുജംഗ പ്രയാദമൊക്കെ ആണെങ്കിൽ ഒരു കഥയുണ്ട്, നമുക്കൊരു ധാരണയുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ അമ്മ മരണശയ്യയിൽ കിടക്കുമ്പോൾ കാണാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം അവിടെ എഴുന്നള്ളി അമ്മയ്ക്ക് വേണ്ടി ആദ്യം ശിവഭുജംഗ പ്രയാദം ചൊല്ലി. അപ്പോൾ ഭൂതഗണങ്ങളോട് കൂടിയിട്ട് ഭഗവാനെ കണ്ടപ്പോൾ ഭയന്നു. കുറച്ചുകൂടെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുഭുജംഗം ചൊല്ലി. അപ്പോൾ വിഷ്ണു ഭഗവാനെ, നാരായണനെ, ഗുരുവായൂരപ്പനെ കണ്ടു എന്നൊക്കെ നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചില സ്തോത്രങ്ങൾക്ക് ഇന്നിന്ന സാഹചര്യങ്ങളിലുള്ള സ്തുതികൾ. ഇപ്പോൾ ഉശനസ് എന്ന് പറയുന്ന വളരെ ക്രുക്കടായിട്ട് ചിന്തിക്കുന്ന ഒരു ഋഷി ഒരു വികൃതി കാണിച്ചപ്പോൾ അച്ഛൻ മഹാദേവൻ വിഴുങ്ങി കളഞ്ഞു. അപ്പോൾ വയറ്റിലിരുന്ന് ചൊല്ലിയതാണ് മൃത്യുഞ്ജയ സ്തോത്രം. അപ്പോൾ ഭഗവാന്റെ ലിംഗത്തിൽ കൂടെ പുറത്തു വന്ന് പുത്രസ്ഥാനം കൈവരിച്ചപ്പോൾ അദ്ദേഹത്തിന് ശുക്രൻ എന്ന് പേരായി. നമ്മൾ പറഞ്ഞ ഗ്രഹം ശുക്രഗ്രഹം അഥവാ അസുരഗുരു, അദ്ദേഹത്തിൻ്റെ ജനനം അങ്ങനെയാണ്. അപ്പോൾ മൃത്യുഞ്ജയ സ്തോത്രത്തിന് ഒരു കാരണമുണ്ട്. അല്ലെങ്കിൽ ദശരഥൻ ശനിക്കൊരു സ്തോത്രം എഴുതാനൊരു കാരണമുണ്ട്. കൃഷ്ണൻ ദുർഗയ്ക്ക് സ്തുതി എഴുതാനൊരു കാരണമുണ്ട്. ഇതിനൊക്കെ കഥകളുണ്ട്. അതുപോലെ ഒരു ഗംഭീരമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ളൊരു കഥ ഈ ശിവമഹിമ സ്തോത്രത്തിനുണ്ട്. ആ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. നിത്യപാരായണത്തിന് അത്യുത്തമമാണ്. ഒരു ശിവഭക്തൻ ശ്രീരുദ്രൻ കഴിഞ്ഞാൽ ഹൃദിസ്ഥമാക്കേണ്ട സ്തോത്രം ഏതാണെന്ന് ചോദിച്ചാൽ ശിവമഹിമ സ്തോത്രമാണ്. ശിവമഹിമ സ്തോത്രത്തിന് നോർത്തിലൊക്കെ രണ്ടാം രുദ്രൻ എന്നാണ് പറയുന്നത്. ഇപ്പം രുദ്രൻ കൂടെ ഇവിടെ നടക്കുന്ന മഹാരുദ്രൻ നടക്കുന്ന സമയമായതുകൊണ്ട് അനവധി മഹാരുദ്രങ്ങളും അതിരുദ്രങ്ങളും നടന്നു കഴിഞ്ഞു. അത് നടന്നിട്ടുള്ള ഒരു പുണ്യഭൂമി, യാഗഭൂമിയും കൂടി ആയതുകൊണ്ട് ആ കാഴ്ചപ്പാടിൽ കൂടെ മഹിമന സ്തോത്രത്തിൻ്റെ മഹിമ പറയണത് വളരെ ഉചിതമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് സന്യാസ സമ്പ്രദായങ്ങളിൽ ആചാര്യസ്വാമികളുടെ രൂപകൽപ്പനയിൽ വന്നിട്ടുള്ള 10 സന്യാസ സമ്പ്രദായങ്ങൾ, ദശനാമി സമ്പ്രദായങ്ങൾ, ആ സമ്പ്രദായങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ള അഖാഡകളിൽ, സന്യാസാശ്രമങ്ങളിൽ ത്രിസന്ധ്യയ്ക്ക് ശിവമഹിമന സ്തോത്രം ജപിക്കുക എന്നുള്ളത് ഒരു നിഷ്ഠയാണ്. മഹാദേവനെ സാക്ഷാത്കരിക്കാൻ ഒരു സാധാരണക്കാരൻ ഇത്രയും സഹായിക്കുന്ന ഒരു സ്തോത്രം, അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കിയാൽ എപ്പോൾ വായിച്ചാലും കണ്ണിൽ അശ്രുക്കൾ വരും. അങ്ങനെ അല്ലാതെ തരല്ല. അത് മുഴുവൻ ബൈഹാർട്ട് പഠിച്ചിട്ട് മമ്മിയൂരപ്പൻ്റെയോ വടക്കുന്നാഥൻ്റെയോ ഏറ്റുമാനൂരപ്പൻ്റെയോ വൈക്കത്തപ്പൻ്റെയോ ഒക്കെ മുന്നിൽ ചെന്ന് നിന്നിട്ടത് ആലപിക്കുക, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ചെല്ലുക എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, മുക്തിദായകമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാം രുദ്രം എന്ന് പ്രമാണമുള്ളതാണ് ശിവമഹിമന സ്തോത്രം. ഈ സ്തോത്രപാരായണത്തിൻ്റെ ഫലം ഈ സ്തോത്രത്തിൻ്റെ അവസാനത്തിൽ പുഷ്പനന്ദൻ സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യൻ, എന്തുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ മനുഷ്യനായാൽ മാത്രമേ മുക്തി കിട്ടൂ. ദേവനാണെങ്കിൽ പോലും മനുഷ്യ ശരീരം എടുത്താലേ ഇങ്ങനെ വന്ന് ഈ റൂട്ടിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ഏത് ജീവിക്കും മനുഷ്യ ശരീരത്തിൽ കൂടെ മാത്രമേ മുക്താവസ്ഥയിലെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏതൊരു മനുഷ്യനാണോ, ഏതൊരു ദേവനാണോ എന്നല്ല പറഞ്ഞത്, ഏതൊരു മനുഷ്യനാണോ ഭഗവാന്റെ നിർദോഷമായിട്ടുള്ള ഈ സ്തോത്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, എഴുതിയ ആള് തന്നെ പറയാണ് എൻ്റെ സ്തോത്രത്തിനൊരു കളങ്കമില്ല എന്ന്. അദ്ദേഹം അത്രയും അഹങ്കാരലേശമില്ലാതെ പറയണമെങ്കിൽ ആ നിർദോഷത്വം കൊടുത്തിട്ടുള്ളത് ഭഗവാന്റെ അനുഗ്രഹമായിരിക്കണം. ശ്രീപരമേശ്വരൻ പരിപൂർണമായിട്ട് സാന്നിധ്യം കൊള്ളുന്ന ഒരു സ്തോത്രം, അക്ഷരങ്ങളുടെ കൂട്ടാണ് ശിവമഹിമന സ്തോത്രം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് നിർദോഷമായിട്ടുള്ള ഈ സ്തോത്രത്തെ ദോഷമില്ലാത്ത മനസ്സോടുകൂടി ഇരുന്ന്, സ്തോത്രത്തിന് ദോഷമില്ലാണ്ടിരുന്നിട്ട് കാര്യമില്ല. അകത്ത് ദോഷമുണ്ടെങ്കിൽ കുഴപ്പമാണ്. എന്താ അകത്ത ദോഷം? ഞാനല്ലാത്ത വേറൊന്ന് ഈ ലോകത്ത് ചിന്തിച്ച പ്രശ്നം. ആ ഞാൻ എന്ന് പറഞ്ഞാൽ അത് ഈ ശരീരമല്ല. ശിവോഹം, ഞാൻ ശിവൻ തന്നെ. ശിവോദാത ശിവോഭോക്ത ശിവസർവവിധം ജഗത്. ശിവൻ തരണു, ശിവൻ തന്നെ കഴിക്കണു, സമസ്ത ജഗത്തും ശിവൻ തന്നെ. ഇനി ഒരു വിഷ്ണു ഭക്തനാണെങ്കിൽ സകലതും നാരായണൻ തന്നെ, ശാസ്താവിൻ്റെ ഭക്തനാണെങ്കിൽ സകലതും സ്വാമി തന്നെ. ഈ വിധത്തിൽ ആ ബ്രഹ്മബോധത്തിനെ ഉറപ്പിച്ചിട്ടിരുന്നാൽ ശുദ്ധചിത്തനായി. അപ്പോഴേ ശുദ്ധചിത്തനാവുള്ളൂ.
അല്ലാതെ ഭഗവാനെ കാണാൻ സാധിക്കുന്ന എവിടെയൊക്കെ കാണാൻ സാധിക്കും അതൊക്കെ ശുദ്ധിയും, എവിടെ ഭഗവാനെ കാണാൻ സാധിക്കില്ല അതൊക്കെ അശുദ്ധിന്ന് എല്ലാ പ്രഭാഷണങ്ങളും ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. അപ്പം അനവധി പേര് സ്ഥിരം കേൾക്കുന്നവരുണ്ട് ഇവിടെ, അപ്പോൾ അവർക്കറിയാം. എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ശുദ്ധചിത്തനായി പരമഭക്തിയോട് കൂടിയിട്ട്. എന്താ പരമഭക്തി? അവിടെ ആചാര്യസ്വാമികൾ പറഞ്ഞത് ഓർക്കണം. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യവിധിയത്. അവനവൻ്റെ സ്വരൂപത്തെ, നമ്മൾ ബ്രഹ്മമാണ്, ഓരോരുത്തരും ബ്രഹ്മചൈതന്യമാണെന്നുള്ള ബോധത്തോടു കൂടി ഇരുന്നിട്ട് ഇതിനെ വായിക്കുന്നവൻ പ്രതിദിനം, ദിവസം. കാരണം എന്താ? ഭക്തി എന്ന് പറഞ്ഞാൽ നിരന്തരാഭ്യാസമാണ്. ഏതെങ്കിലും ഒരു ദിവസം വന്ന് ക്രാഷ് കോഴ്സ് നടത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അത് കിട്ടില്ല, അതിന് കാര്യമില്ല. അത് നിരന്തരാഭ്യാസമാണ്. അത് നമ്മൾ സംഗീതത്തിലാണെങ്കിലും തപസ്സിലാണെങ്കിലും നൃത്തത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും നിരന്തരാഭ്യാസം അല്ലേ. നിത്യാഭ്യാസി ആനയെ എടുക്കുന്നതാണ് രാമപുരത്തുകാരൻ പണ്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ നിരന്തരാഭ്യാസമായിട്ട് പഠിക്കുന്നത് അവൻ ശിവലോകത്തിൽ ചെന്ന് രുദ്രൻ്റെ സാരൂപ്യം നേടുന്ന പറഞ്ഞിരിക്കണം. ശിവനെ പോലെ ആവും കണ്ടു കഴിഞ്ഞാൽ. അവൻ ശിവസ്വരൂപിയായിട്ട് അവൻ മാറും ശിവലോകത്ത്. ശിവലോകനാഥൻ്റെ രൂപം അവിടെ പോകുന്ന ഓരോരുത്തർക്കും കിട്ടും. മാത്രമോ ഇനി ആ പരലോകത്തിൻ്റെ മാത്രം ബെനിഫിറ്റല്ല, ഈ ലോകത്തിൽ ലൗകിക ജീവിതം നയിക്കുന്ന ഗൃഹസ്ഥന് ഏറ്റവും വിശേഷപ്പെട്ടൊരു സ്തോത്രമാണ്. കാരണം ഞാൻ മാർക്കറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത്. ഇതൊരു മാർക്കറ്റിംഗാണ്, ശരിക്കും സ്തോത്രത്തിൻ്റെ മാർക്കറ്റിംഗാണ്. അപ്പോൾ ധനം സമൃദ്ധിയായിട്ടുണ്ടാവുന്ന, ശിവൻ അനുഗ്രഹിച്ച് തരുന്ന ധനം എന്ന് പറഞ്ഞാൽ അത് കുബേരതുല്യം ധനം എന്നാണ്. കുബേരനെ കുബേരനാക്കണത് മഹാദേവനാണ്. അതുകൊണ്ട് ശിവൻ അനുഗ്രഹിച്ച് തരുന്ന ധനം അളവറ്റതായിട്ടുണ്ടാവും, ദീർഘായുസ്സുണ്ടാവും, നല്ല മക്കളുണ്ടാവും, വംശത്തിൽ ധാരാളം ഭക്തരുണ്ടാവും, കീർത്തിമാനാവും. ഇങ്ങനെയൊക്കെ ഉള്ള വിശേഷമായിട്ടുള്ള അനുഭവങ്ങൾ ലൗകികമായിട്ടും പറഞ്ഞു വെച്ചിരിക്കണം. ഈ ഭൗതിക ബലം പറയുമ്പോൾ തന്നെ ഡ്രില്ലറിൻ്റെ സൗണ്ടാണ് വരണത്, ശ്രദ്ധിച്ചോന്ന്. കാരണം ഇത് മഹാ അപകടം പിടിച്ചതാണ്. ലൗകിക ഫലങ്ങളെ മാത്രം ചിന്തിച്ചിട്ട് പോവരുത് എന്ന് ഒരു സൂക്ഷ്മം പറയണം. ദീക്ഷ, ദാനം, തപസ്, തീർത്ഥങ്ങളിൽ പോയിട്ടുള്ള കുളി, യാഗം, ഇങ്ങനെയൊക്കെയുള്ള അനവധി പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനൊന്നും 16 പോലും ഫലമില്ല എന്നാണ് പറയണത്. ഈ സ്തോത്രപാഠത്തിന് 16 പോലും ഫലം ഈ പറയണതിനൊന്നുമില്ല. കാരണം ഇത് ബ്രഹ്മവിദ്യയാണ്. എന്തിനാ നമ്മൾ ഈ കണ്ട ഉപാസനകളൊക്കെ ചെയ്യണത്? അത് ഇതാണെന്ന് മനസ്സിലാക്കാനാണ്. 41 ദിവസം കഷ്ടപ്പെട്ട്, ഇന്നിപ്പോൾ ഇല്ല എന്നാലും പറയാണ്, 41 ദിവസം കഷ്ടപ്പെട്ട് വ്രതം എടുത്ത് ആ 18-ാം പടി കയറി മേലെ ചെല്ലുമ്പോൾ ഞാനും നീയും ഒന്നാണെന്ന് മനസ്സിലാക്കാനാണ് ഈ കയറി പോണത്. അതിവിടെ ഇരുന്നാലും സാധിക്കേണ്ടതാണ് മനുഷ്യന്, സാധാരണ മനുഷ്യർക്ക് സാധിക്കേണ്ടതാണ്. ഗൃഹസ്ഥർക്ക് അത് സാധിക്കാത്ത വിധം ക്ലിഷ്ടമാക്കി കഷ്ടപ്പെട്ട അവസ്ഥയാക്കി മാറ്റിയത് കലാകാലങ്ങളായിട്ട് പഠിപ്പിച്ചു വന്നിട്ടുള്ള പല പദ്ധതികളുമുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഓരോ ആക്ടിവിറ്റിയിലും ഭഗവാന്റെ സാന്നിധ്യം കാണാൻ സാധിച്ചാൽ നമ്മൾ ഗൃഹസ്ഥരെ പോലെ ഇത്രയും എളുപ്പം കയറിപ്പോകാൻ സാധ്യതയുള്ള വേറൊരു വിഭാഗം ആൾക്കാരില്ല. ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് സാക്ഷാത്കാരം കിട്ടും. ജീവൻ മുക്തനായിട്ട് ഇരുന്നിട്ട് തന്നെ സകലവിധ നമ്മുടെ ഇന്നത്തെ എന്തൊക്കെ ജീവിത സൗകര്യങ്ങളുണ്ടോ അതിൽ തന്നെ ഇരുന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ ഇത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഉള്ള മാനസിക പക്വത ഇല്ലാത്ത വിധത്തിൽ നമ്മൾ വളർത്തപ്പെട്ടു. അതാണ് അതിലെ കുഴപ്പം. അപ്പോൾ ശിവമഹിമ്ന സ്തോത്രം, ഏതെങ്കിലും ഒരു സ്തോത്രം വായിച്ചിട്ട് നിങ്ങൾ ഈ പുണ്യസ്ഥലത്തൊന്നും പോണ്ട എന്ന് അടിച്ചു പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് വേണ്ട കറക്റ്റ് പ്രിപ്പറേഷനിൽ, കറക്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങളത് വായിച്ചാൽ, നിങ്ങൾ നിത്യപാഠം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും. ഇപ്പോൾ പഞ്ചാക്ഷരത്തിനെ കുറിച്ച് പറയാറുണ്ട് ഞാൻ. പഞ്ചാക്ഷര മഹാത്മ്യം പ്രകാശേട്ടൻ്റെ ആ ഒരു സ്നേഹം കൊണ്ട് എനിക്ക് അതിരുദ്രത്തിന് 2 പ്രഭാഷണം ഈ വേദിയിൽ കിട്ടിയത്. 1-ാം ദിവസം ഞാനല്ലായിരുന്നു, മറ്റൊരു മഹാത്മാവായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം പഞ്ചാക്ഷര മഹാത്മ്യം പറയാനും 7-ാം ദിവസം ഞാനുമായിരുന്നു. അതിൽ 1-ാം ദിവസം പകരക്കാരനായിട്ട് വന്നിട്ട് ഈ പഞ്ചാക്ഷര മഹാത്മ്യം പറഞ്ഞപ്പോൾ ഇതേ വേദിയിലിരുന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പഞ്ചാക്ഷരം ചെല്ലേണ്ട രീതിയിൽ ഒറ്റ പ്രാവശ്യം ചെല്ലിയാൽ മതി, കിട്ടേണ്ടത് മുഴുവൻ കിട്ടും. നമ്മൾ എന്താ ചെയ്യണം? ഇരുന്നിട്ട് വൈകുന്നേരം അങ്ങോട്ട് ഇട്ട് ചുറ്റും നോക്കിയിട്ട് ഇങ്ങനെയല്ലേ നമശിവായ അല്ലത്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല.
അത് ചെല്ലേണ്ട രീതിയിൽ ഇത്ര ശ്വാസകാലത്തിൽ ഓരോ അക്ഷരത്തിൽ കൃത്യമായിട്ടുള്ള ഊന്നൽ കൊടുത്ത് ഒറ്റത്തവണ ചെല്ലിയാൽ നിനക്ക് കിട്ടേണ്ടത് കിട്ടും. പഞ്ചാക്ഷരം പ്രാണനാണ്. അതിൻ്റെ മുകളിൽ മന്ത്രങ്ങളില്ല. അഷ്ടാക്ഷരം പഞ്ചാക്ഷരം ഇത് രണ്ടെണ്ണത്തിൻ്റെ മുകളിൽ മന്ത്രം കാണാൻ പറ്റില്ല. നമ്മൾ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം സുഗമമായിട്ട് ഉപയോഗിക്കാവുന്നില്ല. നമ്മുടെ മന്ത്രങ്ങൾക്കൊക്കെ പോലും ദീക്ഷയുടെയും നിയമങ്ങളുടെയും പാലനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ആ പഞ്ചാക്ഷരത്തിൻ്റെ അതേ ഗുണം ഈ മഹാദേവൻ്റെ ഒരു സ്വഭാവമാണ്. ശ്രദ്ധയോട് കൂടിയിട്ട് പൂർണ്ണ ശ്രദ്ധയോട് ഒരൊറ്റ അടി അടിച്ചാൽ മതി, അതിലവിടെ പ്രത്യക്ഷ. പക്ഷെ ആ പൂർണ്ണ ശ്രദ്ധ കിട്ടാനുള്ള പാടാണ്. അത് എറിഞ്ഞു കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അത് എറിഞ്ഞു കൊള്ളിക്കൽ കറക്റ്റായാൽ ക്ഷിപ്രം എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ടാണ്. എന്ത് ക്ഷിപ്ര പ്രസാദി എന്ന് പറയണത്? കൃത്യമായിട്ട് എറിഞ്ഞു കൊള്ളിച്ചാൽ അതവിടെ വീണോളും. ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് വളരെ ഗ്രാമീണമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് പിടിച്ചാൽ കിട്ടാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എറിഞ്ഞെന്നെ വീഴ്ത്തണം. അതുകൊണ്ടാണ് ചില നായന്മാർ കല്ലെറിയുമായിരുന്നു. ചില നായന്മാരുടെ കഥകളിലുണ്ട്, നായനാർമാർ 63 നായന്മാരുടെ കഥകളിലുണ്ട്. എവിടെയും കണ്ട വടിയെറിയ കല്ലെറിയ ചെയ്തിരുന്നു ശിവലിംഗം കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ എറിഞ്ഞു വീഴ്ത്തണം, അപ്പോഴേ അത് അവിടെ ഇരിക്കുള്ളൂ. ഇല്ലെങ്കിൽ പോയിക്കളയും. വില്ലുവങ്കലം തന്നെ ചില സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം, അവിടെ ഇരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് തലക്കടിച്ചിരുന്നു. ചേർത്തല ഭഗവതി അങ്ങനെ പ്രതിഷ്ഠിച്ചത്. തലക്കൊരൊറ്റ നെറുകം തലയ്ക്ക് അടിച്ചിട്ട് എണിച്ചു പോരും. അവിടെ ഇരിക്കുക പറഞ്ഞ മണ്ടയ്ക്ക് ഒരൊറ്റ അടിയാണ്. അത് ആ തലത്തിലെത്തുന്നവർക്കത് സാധിക്കും. തപസ്സത്, അതിനാണ് തപസ്. അപ്പോൾ ഭഗവാൻ ക്ഷിപ്രപ്രസാദി എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ സുലഭമാണ്, എന്നാൽ ദുർലഭമാണ്. ദുർലഭമാവാൻ കാരണം നമ്മുടെ കയ്യിലിരിപ്പാണ്. നമ്മുടെ കയ്യിലിരിപ്പ് നന്നായാൽ അത് സുലഭ വസ്തുവാണ്. അപ്പോൾ ശിവമഹിമ്ന സ്തോത്രത്തിൻ്റെ പാഠം കൊണ്ട് ഏതൊരു വസ്തുവാണോ നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പങ്ങൾ കൊണ്ട് ദുർലഭമായിരിക്കുന്നത്, ആ വസ്തു സുലഭമായിട്ട് നമുക്ക് മാറും. കാരണം ഭഗവാന്റെ മഹിമയെ വാഴ്ത്താൻ ശ്രമിക്കുകയാണ്. അതായത് കൈലാസ പർവ്വതത്തിനെ നോക്കിയിട്ടൊരു ഉറുമ്പ് ഞാൻ 2 സ്റ്റെപ്പ് വയ്ക്കും എന്ന് പറയുന്നത് പോലെ, ഞാൻ 2 ചുവടി മല കയറും എന്നൊരു ഉറുമ്പ് പറയുന്നത് പോലെയാണ് പുഷ്പദന്തൻ ഇതിനെ അപ്രോച്ച് ചെയ്യണത്. എന്നിട്ടും അദ്ദേഹം പറയണു, ഈ നിർദോഷമായ സ്തോത്രത്തിനെ ജപിച്ചാൽ അത് കിട്ടുന്നു. ഞാൻ എന്തിനാ ഇതിങ്ങനെ പറഞ്ഞു വരച്ച, പുഷ്പദന്തൻ്റെ മനസ്സിലെ വേദന എന്തായിരുന്നു ഇത് എഴുതുമ്പോൾ എന്ന് അറിയണം. അതിലേക്ക് എത്താനാണ് ഇത് പറയുന്നത്. ഏത് കലാസൃഷ്ടിക്കും ഒരു ജനയിതാവിൻ്റെ കഥ പറയാനുണ്ടോ അല്ലേ? ഇപ്പം ഒരു വാഗ്ഗേയകാരൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഇപ്പോൾ സീതാ കല്യാണ വൈഭോഗമെന്ന് ത്യാഗരാജസ്വാമി പാടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ വരികൾ വരുമ്പോൾ അദ്ദേഹം കണ്ണിൻ്റെ മുന്നിൽ ആ കല്യാണം കണ്ടിട്ടാണ് പാടിയിരിക്കുന്നത്. അത് ആ പാട്ട് കേട്ടാൽ നമുക്കതറിയാം. അതിൽ ചില വരികൾ കേട്ടാൽ അറിയാം. ഇന്നത്തെ മാതിരി തൊണ്ടയുടെ സൗകുമാര്യം കാണിക്കാൻ വേണ്ടി അക്ഷരത്തെ വളച്ചൊടിച്ചൊക്കെ പാടി നീട്ടി ഇപ്പം ഒന്നും വേണ്ട. ജഗതോദ്ധാരണ മകനിൻ്റു തിളിയുത എന്നാണ് പാടേണ്ടത്. എല്ലാവരും തീളിയുത എന്നാണ് പാടുക. തിളിയുത എന്നാണ് പാടേണ്ടത്. എന്തിനാണ് തീളിയുത? പാടാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ്. സാഹിത്യത്തിന് അവിടെ പുരന്ദരദാസൻ ഒരിക്കലും തീളിയുത എന്ന് പാടിയിട്ടുണ്ടാവില്ല. അത് കന്നഡ അറിയണവർക്ക് നമ്മൾക്ക് മലയാളത്തിലാണ് പാട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം അറിയും. അത് അങ്ങനെയല്ല, അവിടെ ദീർഘം വരരുത് എന്ന് നമ്മളൊരു സാധാരണക്കാരൻ തന്നെ പറയും. അപ്പം അനുഭവത്തിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള സൃഷ്ടികളെയൊക്കെ തന്നെ പിന്നീട് പുനരാവിഷ്കരിക്കുമ്പോൾ ആ സൃഷ്ടിച്ചവൻ്റെ ഭാവം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് കൊണ്ട് പുനരാവിഷ്കരിക്കണവനോ അത് കേൾക്കുന്നവനോ അതിൻ്റെ ഗുണം കിട്ടാറില്ല. അത് കിട്ടണമെങ്കിൽ പ്രത്യേകിച്ച് സ്തോത്രങ്ങളിൽ ഭുജംഗപ്രയാതം ചെല്ലുമ്പോൾ നമ്മുടെ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി നമ്മൾ നാരായണനെ വിളിച്ചു വരുത്തുന്നത് പോലെ അത് ചെല്ലിയാൽ ഗുരുവായൂരപ്പൻ അവിടെ വന്നിരിക്കും. ആചാര്യസ്വാമികൾ സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതാണ്. അങ്ങനെ വിളിച്ചു വരുത്താൻ സാധിക്കണം. നമ്മൾ മരണവക്ത്രത്തിൽപ്പെട്ടിട്ട് കാലൻ നമ്മളെ വിഴുങ്ങുന്ന അവസ്ഥ വരുമ്പോൾ ഭഗവാന്റെ ഉദരത്തിൽ നമ്മൾ പെട്ടു. ഗുരുവായൂരപ്പ അങ്ങനെ നമ്മൾ ചെല്ലിയാൽ ശുക്രനെ പോലെ ശിവഭക്തി നമുക്കുണ്ടാവും. അപ്പോഴേ അത് മൃത്യുഞ്ജയമാവുള്ളൂ, ഇല്ലെങ്കിൽ അതാവില്ല. അതിനാണ് ഈ സന്ദർഭം പറയണത്. അപ്പം അനവധി വ്യാഖ്യാനങ്ങളും അനവധി ഭാഷ്യങ്ങളും ടീകകളും ഒക്കെ ശിവമഹിമ്ന സ്തോത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന് സാക്ഷാൽ മഹാമണ്ഡലേശ്വർ കാശികാനന്ദഗിരി മഹാരാജ്
നിർമ്മലാനന്ദ ഗിരിസ്വാമിയുടെ ഒക്കെ ഗുരുനാഥൻ എഴുതിയ അതിഗംഭീരമായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ്. അപ്പോൾ ആ പുസ്തകം അധികം കിട്ടാനില്ല. പണ്ട് ഗുരുവായൂരേ ഇത് കിട്ടിയിരുന്നുള്ളൂ. രണ്ടാമത്തെ പുസ്തകം സുലഭമായിട്ട് കിട്ടും. മൃഡാനന്ദ സ്വാമിജിയുടെ മനോഹരമായ വ്യാഖ്യാനം. മൈമ്നസ്തോത്രം അർത്ഥസഹിതം പഠിക്കാൻ ഏറ്റവും ലളിതമായ വ്യാഖ്യാനം. അമിതമായ ഒരുപാട് ഫിലോസഫിക്കൽ ഇതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ സാധാരണക്കാർക്ക് പദം മുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു വ്യാഖ്യാനമാണ്. ശ്രീരാമകൃഷ്ണാശ്രമം പബ്ലിഷ് ചെയ്യുന്നതാണ്. ചെറിയൊരു പുസ്തകമാണ്. അതിപ്പോഴും ഇവിടെയൊക്കെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും ഈ പുഷ്പദന്തൻ ഒരു ഗന്ധർവരാജാവ്, നന്നായി പാട്ട് പാടും. അറിയാമല്ലോ, ഗന്ധർവന്മാരെന്ന് പറഞ്ഞാൽ അതിസുന്ദരന്മാരായിരിക്കും. അവർ അസലായി പാട്ട് പാടും. ശിവഭക്തന്മാരുണ്ട്, വിഷ്ണു ഭക്തന്മാരുണ്ട്, വൈഷ്ണവ ഗന്ധർവന്മാരുണ്ട്, ശൈവ ഗന്ധർവന്മാരുണ്ട്, ശക്തി ഉപാസിക്കുന്ന ഗന്ധർവന്മാരുണ്ട്. ഭൂമിയിൽ അവരെവിടെയാണ് ജീവിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനാണ് അവരുടെ സ്ഥലം. ഗാന്ധാര ദേശത്തുണ്ടായിരുന്നവരാണ്. നമ്മുടെ സംഗീതത്തിൻ്റെ അടിത്തറയിട്ടതവരാണ്. അവരുടെ സിസ്റ്റം അവരോഹണക്രമത്തിലുള്ള സ്വരങ്ങളായിരുന്നു. ശിവൻ അതിനെ പരിഷ്കരിച്ചു. അദ്ദേഹമാണ് ആരോഹണക്രമത്തിൽ സ്വരങ്ങളാക്കി മാറ്റിയത് മഹാദേവനാണ്. സംഗീതശാസ്ത്രം തുടങ്ങണത് സാമവേദത്തിൽ നിന്നാണ്. രണ്ടേ സ്വരമേ ഉള്ളൂ, മധ്യമവും പഞ്ചമവും, മാ പ, ഇത് മാത്രമേ ഉള്ളൂ സാമത്തിൽ. അതിനുശേഷം ഈ ബാക്കി സ്വരങ്ങൾ കണ്ടുപിടിച്ച് ആരാച്ച ഗന്ധർവന്മാരാണ്. മഹാദേവൻ അതിനെ ക്രമപ്പെടുത്തി. അപ്പോൾ ഗന്ധർവന്മാർക്ക് മഹാദേവനോടും മഹാദേവന് ഗന്ധർവന്മാരോടും വലിയ വാത്സല്യവും ഭക്തിയുമാണ് അങ്ങോട്ടും കൊടുക്കും. അവര് സർവതന്ത്ര സ്വതന്ത്രരാണ്. അവര് കിംപുരുഷന്മാർ, കിന്നരന്മാർ, വിദ്യാധരന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ഇടയിൽ വരുന്ന കുറേ വിഭാഗങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിൽ സത്യസന്ധമായിട്ടൊരു കാര്യം, ഈ 4 വിഭാഗം ആൾക്കാർക്ക് മനുഷ്യനെ വിശ്വാസമല്ല. മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ അവർക്ക് നമ്മളെ ഒട്ടും വിശ്വാസമില്ല. പ്രേതങ്ങളെ പോലും വിശ്വസിക്കാം, മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് അവരുടെ നിശ്ചയം. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അദൃശ്യരായിട്ടാണ് മനുഷ്യലോകത്ത് സഞ്ചരിക്കുക. പിടികൊടുക്കില്ല. എല്ലാ ശിവക്ഷേത്രങ്ങളിലും അവരുടെ സാന്നിധ്യം ഉണ്ടാവും. മഹാദേവനെ സന്ധ്യ 7:45 അർദ്ധയാമം കഴിഞ്ഞാൽ പഴയ കാലത്ത് ശിവക്ഷേത്രങ്ങൾ തുറന്നു വയ്ക്കില്ല. ഇന്നത്തെ കാലത്തൊക്കെ പിന്നെ തിരക്കുകൾ വർദ്ധിച്ചുകൊണ്ടാണ് രാത്രി 9 വരെയും 8 വരെയും ഒക്കെ തുറന്നു വയ്ക്കുന്ന സിസ്റ്റങ്ങൾ വന്നത്. പണ്ട് അർദ്ധയാമം കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾക്ക് കൽപ്പാത്തിയിൽ, അതുമാതിരി നേപ്പാളിലെ പശുപതിനാഥ് ക്ഷേത്രത്തിൽ, അതുപോലെ ചിദംബരത്തൊക്കെ അർദ്ധയാമത്തിന് പൂജ തന്നെയുണ്ട്. അർദ്ധയാമത്തിന് ശിവനെയും പാർവതിയും പള്ളിയറയിലാക്കി അടച്ചളയും. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലുണ്ട്. അത് പഴയ രീതിയാണ്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഭൂതഗണങ്ങൾക്കും ഗന്ധർവന്മാർക്കും ദേവന്മാർക്കുമുള്ള സമയമാണ്. അവർക്ക് പൂജ കഴിക്കാനുള്ള സമയം. ഇദ്ദേഹം ഈ രാത്രി കാലങ്ങളിൽ മറ്റ് ഗന്ധർവന്മാരെ പോലെ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അത് ഒരു മനുഷ്യനായിട്ടുള്ളൊരു രാജാവിൻ്റെ ഒരു ഉദ്യാനത്തിൽ യാദൃശ്യമായിട്ട് ഇദ്ദേഹം വന്ന് പെടാനിടയിൽ. ആ രാജാവിൻ്റെ പേര് ചിത്രരഥൻ എന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. ഈ ചിത്രരഥൻ വലിയൊരു ശിവഭക്തനായിരുന്നു. അപ്പോൾ ഭഗവാന് പൂജ കഴിക്കാൻ വേണ്ടി മാത്രം പൂക്കൾ പറിക്കാനായിട്ടൊരു ഗാർഡൻ ഉണ്ടാക്കി വെച്ചു. മനോഹരമായിട്ടുള്ളൊരു ഉദ്യാനം. അതിൽ ശിവന് വേണ്ടിയിട്ടുള്ള പുഷ്പങ്ങൾ മാത്രം, ശിവന് നിഷിദ്ധമായിട്ടുള്ള ഒന്നുമില്ല അവിടെ. അങ്ങനെ വിശേഷമായിട്ടുള്ളൊരു ഉദ്യാനം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് അതിരാവിലെ പോയിട്ട് ഏറ്റവും നല്ല പൂക്കൾ മാത്രം പറിച്ചുകൊണ്ട് വരും. ഈ പൂക്കൾ മഹാദേവൻ്റെ പറയണ കഥ പറയുമ്പോൾ ഒരാളെ സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. വ്യാഘ്രവാദ മഹർഷിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വണ്ടും പൂമ്പാറ്റകളും ഉണർന്നെഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ പൂ പറിക്കും. കാരണം അവറ്റകൾ കുടിച്ച തേനിൻ്റെ എച്ചിൽ പോലും പാടില്ല ശിവന് പൂജിക്കുമ്പോൾ എന്നുള്ളത്. അപ്പോൾ താഴ്ന്ന തട്ടിലുള്ള കൊമ്പുകളിലൊക്കെ പൂക്കളും പൂമ്പാറ്റകളും പോവും. ഏറ്റവും മരങ്ങളുടെ മുകളിലുള്ള പുഷ്പങ്ങൾ പറിക്കാൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര ശരീരമാണ്. അദ്ദേഹം പൂർവാശ്രമത്തിൽ അസുരനാണ്. ഖരപ്രകാശൻ എന്ന് പറയുന്ന രാജാവാണ്, ഖരനാണ്. ആ രാജാവ് മഹാശിവഭക്തനായി മാറുക ചെയ്ത്. അപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്ത് വരാൻ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാനെ, എനിക്ക് അങ്ങേക്ക് ഫ്രഷ് പൂക്കൾ പറിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് എനിക്ക് വളരെ മരത്തിൻ്റെ ഏറ്റവും ഉയരത്തിലേക്ക് പിടിച്ചു കയറാൻ, അള്ളിപ്പിടിച്ച് കയറാൻ എൻ്റെ കാലുകൾ പുലിയുടെ പോലെ ആക്കി തരണം. ക്ലോസ് വേണം, നല്ല മൂർച്ചയുള്ള നഖങ്ങൾ വേണം. എന്നാലേ എനിക്ക് അത് വെച്ച് പിടിച്ച് ഏറ്റവും മുകളിൽ കയറിയിട്ട് പൂമ്പാറ്റയും വണ്ടും കുടിക്കാത്ത പുഷ്പങ്ങൾ പറിക്കാൻ പറ്റുമോ. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന് വ്യാഘ്രപാദൻ എന്ന് പേര് വന്നത്. അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ടാണ് ചിദംബരത്ത് പ്രത്യക്ഷപ്പെട്ടത്. ചിദംബരം ക്ഷേത്രം ഉണ്ടാകുന്നത് പതഞ്ജലിക്കും വ്യാഘ്രപാദനും കാണാനുണ്ട്. പുലിക്കും പാമ്പിനും. പാമ്പാണ് പതഞ്ജലി, പുലി
വ്യാഘ്രപാദൻ. ഈ വ്യാഘ്രപാദ മഹർഷി വലത്തെ കൈ കൊണ്ട് വൈക്കവും കടിച്ച് വെച്ചിട്ടുള്ള ശിവലിംഗം കൊണ്ട് കടുത്തുരുത്തിയും ഇടത്തെ കൈ കൊണ്ട് വെച്ചതുമാണ് ഏറ്റുമാനൂർ. അപ്പോൾ ഈ പൂക്കൾ പറിക്കണം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. ശിവഭക്തനെ നമസ്കരിച്ച മഹാദേവനെ നമസ്കരിച്ച പോലെയാണ്. അപ്പോൾ പുഷ്പദന്തൻ ഈ ഉദ്യാനം കണ്ടു, മനോഹരമായിട്ടുള്ള ഉദ്യാനം. അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ആ ഉദ്യാനത്തിൽ കയറി തനിക്ക് വേണ്ട പൂക്കളൊക്കെ രാത്രി പറിക്കും. രാവിലെ ആകുമ്പോൾ ചിത്രരഥം വന്ന് നോക്കുമ്പോൾ കുറേ പൂവൊക്കെ താഴെ കിടക്കുന്നുണ്ടാവും, കുറേ പൂവ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോഴും നമുക്ക് കാണാം, നമ്മൾ കഷ്ടപ്പെട്ട് വേലിക്കൽ വെച്ച് വളർത്തുന്ന പൂക്കൾ രാവിലെ വന്ന് നോക്കുമ്പോൾ ഒരാൾ ടിങ് അപ്പുറത്ത് ഇങ്ങനെ കൊണ്ടു വളയുണ്ടാവും. എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ പറയും ഭഗവാനാണ് കൊണ്ടുപോകണമെന്ന്. ഇപ്പം നമ്മുടെ ഗ്രാമത്തിലൊക്കെ അത് സ്ഥിരമാണ്. അപ്പം ഞാൻ ചോദിക്കും, മാമി ഇത് തേവയാ, തിരിട്ടിട്ട് താനാ കട്ടിട്ട് വേണോ ഭഗവാന് കൊണ്ടു കൊടുക്കാൻ? ഒന്നും പറഞ്ഞു, കാരണം പറയാതെ പറിച്ചാൽ മോഷണമാണ്. ഭഗവാന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പല ആൾക്കാരും ഇങ്ങനെ എത്തി നോക്കും മതിലിൻ്റെ അപ്പുറത്തേക്ക്, വീട്ടുകാർ കാണണ്ടോ എന്നിട്ടാണ് പറിക്കുക. അങ്ങനെ പറിച്ച് ഭഗവാൻ ഒരിക്കലും പുഷ്പങ്ങൾ കൊടുക്കരുത്. കാരണം ഭഗവാനെ ആ മോഷണത്തിൽ നമ്മൾ പങ്കാളിയാക്കുന്നത് കൊണ്ട് വരുന്ന കർമ്മദോഷം അതിഭയാനകമാണ്. നമ്മൾ വിചാരിക്കുക എന്തിപ്പോൾ ഒരു പൂവല്ലേ, വെറുതെ നിൽക്കുകയല്ലേ, അത് ഭഗവാന് കൊടുത്താൽ എന്താ? അതൊക്കെ നമ്മുടെ ലോജിക്കാണ്. പ്രകൃതിക്കൊരു നിയമമുണ്ട്, ആ നിയമം വിട്ട് ഭഗവാൻ പോലും കളിക്കില്ല. അപ്പോൾ ആ വീട്ടുകാരോട് ചെന്ന് പറയുക, ഞാൻ ദിവസവും പറിച്ചോട്ടെ, അതിനെന്താ ആയിക്കോട്ടെ. അപ്പോൾ അവർ പറയും ഇന്ന ചെടിയിൽ നിന്ന് പറിക്കേണ്ട, അതനുസരിക്കുക. പുഷ്പദന്തൻ അത് ചെയ്തില്ല. ചിത്രരഥനോട് പെർമിഷൻ ചോദിച്ചാൽ മതി, അത് ചെയ്തില്ല. ഇങ്ങനെ അനവധി ദിവസം പാവം പാറാവുകാരെ വരെ നിർത്തി. ആരാ കക്കണമെന്ന് കണ്ടുപിടിക്കാൻ. ഗന്ധർവനല്ലേ, ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ, അദൃശ്യനായിട്ട് വരുന്നു, പ്രഡേറ്റർ വരുന്ന പോലെയാ. അങ്ങനെ വരുന്നു, പറിക്കണു, പോകുന്നു, കാണുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മോഷണം നടന്നുകൊണ്ടിരുന്നു. ചിത്രരഥൻ്റെ മനസ്സിൻ്റെ വിഷമം വർദ്ധിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഭഗവാനോട് സങ്കടം പറയും, എന്താ മാർഗം? അപ്പോൾ ഒരു ദിവസം ഭഗവാൻ ഒരു വിദ്യ ചിത്രരഥൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു. അത് പല കഥകളുണ്ട്. കൂവളത്തിൻ്റെ ഇലകളിൽ പഞ്ചാക്ഷരം എഴുതിയിട്ട് ഇട്ടുവന്നു. അല്ല, ശിവന് പൂജിച്ച നിർമാല്യം മുഴുവൻ വാരിയിട്ട് ആ ഗാർഡൻ മുഴുവൻ വിരിച്ചിട്ടു അത്ര രാത്രി. എന്താ അറിയൂ, അതിൽ വന്ന് ചവിട്ടും. അത് ചവിട്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ശിവൻ്റെ നിർമാല്യത്തിൽ ചവിട്ടരുത്. നമ്മളൊക്കെ എത്ര അലക്ഷ്യമായിട്ടാണ് കയ്യിൽ നിന്നൊരു പൂ വീണ അതൊന്നും എടുത്ത് മാറ്റി വയ്ക്കും കൂടില്ല. ശിവക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന പുഷ്പത്തിൽ അവനവൻ്റെ കാലോ മറ്റൊരാളുടെ കാലോ അറിഞ്ഞോണ്ടോ അറിയാതെയോ പതിക്കരുതെന്നു. അങ്ങനെ അവിടെ മുഴുവൻ വെതറിയിട്ടു. പാവം പുഷ്പദന്തൻ അറിഞ്ഞില്ല. രാത്രി പുള്ളി പതിവ് പോലെ വന്ന് അതിൻ്റെ മുകളിലൊക്കെ ചവിട്ടി നടന്ന് ഈ പൂക്കളൊക്കെ പറിച്ചു. ചവിട്ടിയ പാടെ അദൃശ്യവനാവാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. ആ ദോഷം വർദ്ധിച്ചിട്ട് തളർന്ന് അവിടെ വീണു. എണീച്ചു പോലും നടക്കാൻ പറ്റാതായിപ്പോയി. അത് പല കഥകളുണ്ട്. അദ്ദേഹത്തിന് പതിത്വം വന്ന് അദ്ദേഹം ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് മഹാദേവൻ ശപിച്ചു എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അത്രയും അതിലേക്കൊന്നും പോകുന്നില്ല. എന്താണെങ്കിലും അദ്ദേഹം ഭൂമിയിലൊരു സാധാരണ മനുഷ്യനായിട്ട് മാറേണ്ട അവസ്ഥ വന്നു ആ ഗന്ധർവനും. അപ്പോൾ തനിക്ക് തിരിച്ചു പോയേ പറ്റൂ, തൻ്റെ ലോകം തിരിച്ചു കിട്ടണം. ചിത്രരഥൻ്റെ പട്ടാളക്കാർ അദ്ദേഹത്തിനെ പിടിച്ചു, മുന്നിൽ കൊണ്ടിട്ടു. അപ്പം ചിത്രരഥനെ സന്തോഷിപ്പിക്കാൻ, ഭഗവാനെ ശാന്തനാക്കാനും വേണ്ടി ചൊല്ലിയ 43 ശ്ലോകങ്ങളാണ് ഈ ശിവമഹിമ്ന സ്തോത്രം എന്നാണ് പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥ. ഇതിന് തന്നെ ചെറിയ വേരിയേഷൻസൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു മനുഷ്യനായിട്ട് ജനിച്ചു. ആ മനുഷ്യനായിട്ട് ജനിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഈ കവിത രചിച്ചതിന് ശേഷം അദ്ദേഹം മുക്തനായി വീണ്ടും ശിവലോകത്തേക്ക് തിരിച്ചുപോയി എന്നൊക്കെ പറയും. എന്താണെങ്കിലും ഈ സ്തോത്രത്തിന് പ്രത്യേകിച്ച് ഈ സ്മാർത്ത സമ്പ്രദായത്തിൽ, നമ്മൾ കേരളത്തിലൊക്കെ സ്മാർത്ത രീതിയാണ്, ശിവനെയും വിഷ്ണുവിനെയും ഒന്നുവാരി കാണുന്ന പരശുരാമൻ്റെ രീതികളതൊക്കെ. നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സ്തോത്രമാണ് ഈ ശിവമഹിമ്ന സ്തോത്രം. നമ്മൾ ശ്രീരുദ്രത്തിൻ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ രുദ്രത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ ശരിക്കും ഈ ശിവമഹിമ്ന സ്തോത്രത്തിൻ്റെ ആശയങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ചിലയിടങ്ങളിൽ ശിവമഹിമ്ന സ്തോത്രത്തിനെ അഭിഷേകത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. 5-ാം അധ്യായം വായിക്കുന്ന സമയത്ത് ഇത് പാരലായിട്ട് ചൊല്ലി അഭിഷേകം ചെയ്യാം. ഈ 5-ാമത്തെ അധ്യായത്തിന് അറിയാലോ, ശിവന് 5 മുഖം, 5, 11 ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഖ്യകളാണ്. ആ എനിക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. രുദ്രം വേദമാണ്, യജുസ്സാണ്, യജുർവേദമാണ്.
അതിന് തുല്യം എന്നാണ്. അപ്പം അതുകൊണ്ട് ശിവമഹിംന സ്തോത്രത്തിന് വേദതുല്യം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ സ്തോത്രത്തിന് അതുകൊണ്ട് ദ്വിതീയ രുദ്രം, ഞാൻ തുടക്കത്തിലും പറഞ്ഞു, ദ്വിതീയ രുദ്രം അതിൻ്റെ വിഷയഗാംഭീര്യം കൊണ്ട് അതിന് കിട്ടിയിട്ടുള്ള ഒരു ബിരുദം, ഒരു ടൈറ്റിലാണ് ദ്വിതീയ രുദ്രം. രുദ്രാധ്യായത്തിന് നമ്മൾ രുദ്രോപനിഷത്ത് എന്നാണ് വിളിക്കുക. ശ്രീരുദ്രത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് രുദ്രോപനിഷത്ത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ദിവസവും രാവിലെ അവിടെ ചെല്ലുന്നുണ്ട്, അത് ചെല്ലിയ ഭഗവാൻ അഭിഷേകം നടക്കുന്നു. അതിൽ സർവാത്മസ്വരൂപനായിട്ടാണ് ഭഗവാനെ പറ്റിയിട്ട് പറയുക. രുദ്രോപനിഷത്തപ്യേവം സ്തൗതി സർവാത്മകം ശിവം നമസ്തേ രുദ്രമന്യവേ. ഇങ്ങനത്തെ അതിഗംഭീരമായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ടാണ് ഭഗവാനെ സർവാത്മകനായിട്ട് എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന ഏതൊരു പരമാത്മാവാണോ ആ പരമാത്മാവായിട്ടുള്ള ആ മഹാദേവനെ സ്തുതിക്കുന്നതാണ് രുദ്രോപനിഷത്ത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതേ പർപ്പസാണ് ശിവമഹിംന സ്തോത്രത്തിനും വരുന്നത്. മാത്രമല്ല ഭഗവാനെ നമസ്കരിക്കുക എന്നുള്ളതാണ് ഈ നമകം ചമകം. ഇങ്ങനെ രണ്ട് ഭാഗമാണ് രുദ്രത്തിന്. അറിയാത്ത ആൾക്കാരതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമസ്തേ രുദ്രമന്യമേ എന്ന് പറഞ്ഞ് തുടങ്ങണമൊക്കെ ഇപ്പം നമശംഭവായ ച മയോഭവായ ച നമശങ്കരായ ച മയസ്കരായ ച നമശിവായ ച ശിവതരായ ച എന്ന പഞ്ചാക്ഷരം വരുന്ന മന്ത്രമൊക്കെ നമകാണ്. നമസ്കരിക്കുക നമസ്കരിക്കുക നമസ്കരിക്കുക. ആ നമസ്കരിക്കുന്ന അതേപോലെ ഉള്ള നമസ്കാരാർത്ഥമുള്ള മഹിംന സ്തോത്രവും നമസ്കാര സ്വഭാവമുള്ളതാണ്. ഭഗവാനെ ചെല്ലി നമസ്കരിക്കാൻ 43 പ്രാവശ്യം ചെല്ലി നമസ്കരിക്കാൻ വിശേഷമാണ് ഓരോ ശ്ലോകം ചൊല്ലിയിട്ട്. അപ്പോൾ ഈ പുഷ്പദന്തൻ്റെ കഥ തന്നെ കഥാസലിൽ സാഗരത്തിൽ, സോമദേവ ഭട്ടൻ്റെ കഥാസലിൽ സാഗരത്തിൽ ഇദ്ദേഹം പാർവതീദേവിയുടെ ശാപം കൊണ്ട് ഭൂമിയിൽ കാത്യായനൻ എന്നുള്ള പേരിൽ ജനിച്ചു, അഥവാ വരരുചി എന്നുള്ള പേരിൽ ജനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. വരരുചി എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ ആരാ ഈ പുഷ്പദന്തൻ നമ്മുടെ പറയിപ്പറ്റ പന്തലുപുരത്തിൻ്റെ പിതാവാണോ എന്നുള്ളൊരു സംശയം ഇവിടെ വരും. ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് യോജിക്കില്ല. പക്ഷെ ഐതിഹ്യമാണ് ഞാനിപ്പോൾ പറയണം. മാത്രമല്ല ഈ പുഷ്പദന്തൻ തന്നെയാണ് പാണിനി. പാണിനി പുഷ്പദന്തനാണ് എന്നൊരു കഥയുണ്ട്. ഈ പാണിനിക്ക് വേറൊരു പേരുണ്ട്, ലൗഹണൻ. ഞാൻ പല പ്രഭാഷണത്തിലും പറഞ്ഞിട്ട്, അദ്ദേഹം മഹാദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണ് ലാഹോർ. ഇന്നത്തെ ലാഹോർ ലൗഹണപുരം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. അത് പാണിനിയുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ലൗഹണപുരമാണ് ഇന്നത്തെ ലാഹോർ പാകിസ്ഥാനിൽ. അപ്പോൾ പുരാണപ്രസിദ്ധരായിട്ടുള്ള 3 ആൾക്കാർ, കാത്യായനൻ, വരരുചി, പാണിനി, ഇത് 3ഉം പുഷ്പദന്തനാണോ അല്ലയോ എന്നുള്ള അതിഗംഭീരമായിട്ടുള്ള വാദപ്രതിവാദമൊക്കെ പണ്ഡിതന്മാരിലുണ്ട്. മഹാഭാരതത്തിൽ ഒരു സൂചനയുണ്ട്, ഇയാളാണ് പാണിനി എന്നൊരു സൂചന പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്താണെങ്കിലും വിശ്വാമിത്രൻ്റെ വംശത്തിൽ ഗാധിനോ വിശ്വാമിത്ര ഋഷിഹി എന്ന് നമ്മൾ ഏതാണോ ഗായത്രിയുടെ ഋഷിയായിട്ട് പറഞ്ഞ ഗാധിയുടെ പുത്രൻ വിശ്വാമിത്രൻ, അദ്ദേഹത്തിൻ്റെ വംശത്തിൽ കതി എന്ന് പേരുള്ളൊരു മഹർഷി ജനിച്ചിരുന്നു. ഈ കതിയുടെ വംശത്തിൽ ജനിച്ചവരാണ് കാത്യായനന്മാർ. ഒരാളല്ല, കതിയുടെ വംശത്തിൽപ്പെട്ടവരെയൊക്കെ കാത്യായനം എന്നാണ് പറയും. ഇപ്പം നമ്മളൊരു ഇല്ലപ്പേരുണ്ടല്ലേ, കേരള ബ്രാഹ്മണ ഗൃഹങ്ങളിലുള്ളവരെയൊക്കെ ആ ഇല്ലപ്പേരിൻ്റെ പേരിലാണ് പറയുക. അതുപോലെ കാത്യായനന്മാരെന്ന് പറയും. അതിലൊരു കാത്യായനന് മകളായിട്ട് ജനിച്ചത് കൊണ്ട് കാത്യായനി എന്ന് അമ്മയ്ക്ക് പേര്. അങ്ങനെ ഈ കാത്യായന വംശത്തിലുള്ള കാത്യായനന്മാരാണ് കാത്യായന ശ്രൗതസൂത്രം, കാത്യായന ഗൃഹ്യസൂത്രം, പ്രതിഹാരസൂത്രം. ഇതൊക്കെ ബ്രാഹ്മണർക്ക് അറിയണ കാര്യങ്ങളാണ്. അവരുടെയൊക്കെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവലംബിച്ച് നിൽക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഈ ഗൃഹ്യസൂത്രങ്ങൾ എന്ന് പറയും. ആശ്വലായനം, കാത്യായനം എന്നൊക്കെ പറഞ്ഞ ഗൃഹസൂത്രങ്ങൾ. അതനുസരിച്ചിട്ട് ഈ ഗർഭാധാനം തൊട്ടിട്ട് മരണം വരെയുള്ള സകല സംസ്കാരങ്ങൾ ചെയ്യിപ്പിക്കണം. എന്താണെങ്കിലും ഭാരതമൊട്ടുക്കി കാത്യായന ശാഖ പടർന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം ഈ പുഷ്പദന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളങ്ങനെ വെറുതെ ഒരു ഗന്ധർവൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരാളല്ല അദ്ദേഹം. തീർച്ചയായിട്ടും ഒരു ഭൂമിയിൽ നമ്മളെപ്പോലെ രക്തമാംസ മാംസാദികളോടുമുള്ള ശരീരത്തോടുകൂടി ജീവിച്ച് ഭഗവാനെ സാക്ഷാത്കരിച്ച ഒരാൾ തന്നെയാണ് എന്നൊന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേ നമുക്കതിൻ്റെ ഒരു റിയൽ സെൻസ് വരുള്ളൂ. അതിനുവേണ്ടി പറഞ്ഞതാണ്. പിന്നെ ഈ കാത്യായനൻ പാണിനിയുടെ തന്നെ ഗ്രന്ഥത്തിന് മഹാഭാഷ്യം എന്ന് പറഞ്ഞിട്ട് ഒരു കാത്യായനൻ എഴുതിയിട്ടുണ്ട്, ഒരു വ്യാഖ്യാനം. ആ മഹാഭാഷ്യത്തിൽ
ഒരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ജനിച്ചത് തെക്കേ ഇന്ത്യയിലാണ്. അപ്പോൾ നമുക്ക് പറയുമ്പോൾ പറഞ്ഞല്ലോ, നമ്മളൊക്കെ മലയാളിയാണെന്ന് ആക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യൻ ആണ് എന്നൊന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാക്ഷിണാത്യനാണ് അദ്ദേഹം എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, കേരളത്തിൽ ഒരു 12-ാം നൂറ്റാണ്ട് വരെ ശിവമഹിമ്ന സ്തോത്രത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. 12-ാം നൂറ്റാണ്ട് ഒരു വാട്ടർ ഷെഡ് കാലമാണ് ശരിക്കും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. സൗത്ത് ഇന്ത്യക്ക് പൊതുവിലും ഒരുപാട് മാറ്റങ്ങൾ വന്നതാണ്. കരിങ്കല്ലിൻ്റെ ക്ഷേത്രങ്ങൾ അപ്രത്യക്ഷമായി മരവും പുല്ല് മേയുന്ന തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെ മേൽക്കൂരിയും നിർമ്മിതികളും വരുന്നത് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ മുഴുവൻ കരിങ്കല്ലായിട്ടുള്ള അമ്പലങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഫുൾ മേൽക്കൂരി അടക്കം കരിങ്കല്ലായിട്ടുള്ള ഈ ചോള പാണ്ഡ്യ നിർമ്മിതികൾ കണ്ടെങ്കിൽ ഉറപ്പാണ് 12-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ക്ഷേത്രങ്ങളായിരിക്കും. അതിനുശേഷമുള്ള ക്ഷേത്രങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം ഒരു കാലത്ത് മുഴുവൻ കരിങ്കല്ലായിരുന്നു. അത് മുഴുവൻ പൊളിച്ച് പണിതതാണ് ഇന്നുള്ളതിൻ്റെ പൂർവ്വരൂപം. അങ്ങനെ 12-ാം നൂറ്റാണ്ട് ആരാധനയിലും അതുപോലെ തന്നെ മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ താന്ത്രികമായിട്ടുള്ള വിഷയങ്ങളിലും ക്ഷേത്ര വാസ്തുവിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു കാലഘട്ടമാണ്. ഇൻട്രസ്റ്റിംഗ്ലി മണികണ്ഠൻ എന്ന് പറയുന്ന കുട്ടി പന്തളത്ത് വളരണതും ആ കാലത്താണ്. അതേ കാലത്താണ് മധ്വൻ ഉടുപ്പിയിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നത്. അയ്യപ്പനും മണികണ്ഠനും മധ്വനും ഒരേ കാലത്തുണ്ടായിരുന്നവരാ. 1800 കൊല്ലം മുമ്പുള്ള കഥയാണ് ഈ പറയണം, അല്ലെങ്കിൽ 900 കൊല്ലം മുമ്പ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അനവധി ആരാധനകൾ പുതുതായി വരികയും പഴയത് പലതും തമസ്കരിക്ക് പൂവപ്പെട്ടതും ചെയ്തപ്പോൾ എന്താ വെച്ചാൽ ഈ ശിവമഹിമ്ന സ്തോത്രത്തിൻ്റെ അതുവരെയുള്ള ഒരു ഉപയോഗം ഒന്ന് കുറഞ്ഞു. ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 100 കൊല്ലത്തിനെക്കാട്ടിലും കൂടുതൽ എല്ലാവരും ചെല്ലുന്നതാണ് ലളിതാ സഹസ്രനാമം. 100 കൊല്ലം മുമ്പ് ചെല്ലിയിരുന്നില്ല, ആരും പേടിച്ചിട്ട് ചെല്ലില്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും ചെല്ലാന്നായതുകൊണ്ട് എല്ലാവരും ചെല്ലണം. ഇനിയൊരു 100 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. അതാ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഓരോ കൃതികൾക്ക് പ്രാധാന്യം വരും. ശിവമഹിമ്ന സ്തോത്രം അങ്ങനെ മറഞ്ഞു പോകപ്പെട്ട ഒരു മഹാ സ്തോത്രമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലമുറകൾ അത് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. അതിനെ വെറുതെ ഒരു അക്കാഡമിക് സ്റ്റഡിക്കോ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിനുള്ളൊരു വിഷയമോ മാത്രമായിട്ട് അത് മാറരുത്. നിത്യജപത്തിലേക്ക് ശിവമഹിമ്ന സ്തോത്രം വരണം. അതിൻ്റെ ഒരു ചൈതന്യം വളരെ അധികമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 99% വ്യാഖ്യാനങ്ങളും ഇത് ശിവൻ്റെ സ്തോത്രമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ മധുസൂദന സരസ്വതിയുടെ ഈ ഹരിഹരപക്ഷീയ വ്യാഖ്യാനം അതൊരു വിശേഷ വ്യാഖ്യാനം. ഒരേ ശ്ലോകത്തിനെ ആദ്യം ശിവനായിട്ട് പറയും, അതേ ശ്ലോകത്തിനെ വിഷ്ണുവായിട്ടും പറയും. അത് വായിക്കേണ്ട ഒരു വ്യാഖ്യാനമാണ്. നമുക്കിന്നിപ്പോൾ അതിനുള്ള സമയമില്ല. ഞാൻ 1-2 ശ്ലോകങ്ങൾ ആ വ്യാഖ്യാനങ്ങൾ നമുക്കൊന്നിങ്ങനെ അതിൻ്റെ ആ ഒരു ചാറ്. ഇപ്പം ഞാനെന്താ വെച്ചാൽ ഒരു ഭരണി നിറച്ച് നല്ല തേന് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഇത്തിരി ഡ്രോപ്പായിട്ട് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുന്ന മാതിരി ഒരു ശ്രമം, അത്രയേ ഉള്ളൂ. അപ്പോൾ മഹിമ്ന സ്തോത്രം തുടങ്ങുന്ന ശ്ലോകമാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിയത്. മഹിമ്നപ്പാരം തേ പരമവിദുഷോയ യദ്യ സദൃശി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ തുടങ്ങി 43 ദീർഘമായിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. ആ 43 ശ്ലോകങ്ങളിൽ ഭഗവാൻ 34-ാമത്തെ ശ്ലോകത്തിൻ്റെ അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം അവസാനിക്കുന്നത്. 35 തൊട്ടിട്ട് 43 വരെയുള്ളത് ഫലശ്രുതി പോലെയാണ്. ഇതിൻ്റെയും അവസാനത്തിൽ ഈ 42-ാമത്തെ ശ്ലോകമായിട്ട് യദക്ഷര പദഭ്രഷ്ടമൊക്കെ വരാറുണ്ട്. ചില പാഠങ്ങളിൽ 42 ശ്ലോകങ്ങളെ കാണാറുള്ളൂ. ഇപ്പം മുകുന്ദമാല പോലെയാണ്. മുകുന്ദമാല ചില ഇതിൽ 35 ശ്ലോകങ്ങളുള്ള മുകുന്ദമാലയുണ്ട്, 170ഉം 200ഉം. ഏതാ ഇതിൽ യഥാർത്ഥ മുകുന്ദമാല എന്ന് നമുക്ക് തിരിച്ചറിയില്ല. മുകുന്ദമാലയ്ക്കും നാരായണീയത്തിനൊക്കെ നമുക്ക് പിന്നെയും കാലഘട്ടം പറയാം. ഇന്ന കാലത്ത് എഴുതി, ഇന്ന കാലത്ത്. ശിവമഹിമ്ന സ്തോത്രത്തിന് ഏത് കാലത്ത് എഴുതി എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ക്രിസ്തുവിന് മുന്നേ എഴുതപ്പെട്ടതായിരിക്കാം എന്ന് ഇത് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. ഈ കാശികാനന്ദഗിരി മഹാരാജിൻ്റെ പുസ്തകം നിങ്ങൾക്ക് സംഘടിപ്പിച്ച് വായിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നോക്കുന്നത് നന്നായിരിക്കും. സ്പന്ദവാർത്തികം എന്നാണ് അതിൻ്റെ പേരെന്നെ. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളോ അല്ലെങ്കിൽ ആർക്കാച്ച അവർക്ക് വേണ്ടി പറയുകയാണ് ഞാൻ. സ്പന്ദവാർത്തികം എന്നാണ് അതിൻ്റെ പേര്. മലയാളത്തിൽ തന്നെയാണ് ആ ഗ്രന്ഥം. അത് സംസ്കൃതത്തിൽ ഹിന്ദിയിലും അദ്ദേഹം എഴുതിയിരുന്നു. എന്നിട്ട് പിന്നീട് മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ മലയാളം ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം കേരളത്തിലായിരുന്നു.
ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രയോ വലിയൊരു സന്യാസ സമൂഹത്തിൻ്റെ രാജാവിനെയാണ് മഹാമണ്ഡലേശ്വർ എന്ന് വിളിക്കുക. അത്രയും ഉയർന്ന തലത്തിലെത്തിയിട്ടുള്ളൊരു മഹാത്മാവായിരുന്നത് കാശികാനന്ദഗിരി. ആ മഹാത്മാവിൻ്റെ ആ പുസ്തകം എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ വിശേഷമാണ്. തുടക്കക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൃഗാനന്ദഗിരി സ്വാമിയുടെ മൃഗാനന്ദസ്വാമിയുടെ ആ വ്യാഖ്യാനം ശ്രീരാമകൃഷ്ണാശ്രമത്തിൻ്റെ വളരെ മനോഹരമായിട്ടൊരു പുസ്തകമാണ്. ഞാൻ ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ഈ ശൈവപരം വിഷ്ണുപരം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് നോക്കാം. ആദ്യം ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ശ്ലോകത്തിന് ഒന്ന് നന്നായിട്ട് വിസ്തരിച്ചിട്ടൊന്ന് നമുക്ക് നോക്കാം. ഒത്തിരി സമയമുണ്ട്. മഹിംനപ്പാരം ദേ പരമവിദുഷയോ വിദ്യസദൃശി സ്തുതിർബ്രഹ്മാദീനാമപി തദവസന്നാ സത്വൈകിര അഥാ വാച്യ സർവസ്വമതി പരിണാമാവധിഗൃണൻ മമാപ്യേഷ സ്തോത്രേ ഹര നിരപവാദ പരിഹര. അല്ലയോ എല്ലാ പാപങ്ങളെയും ഹരിക്കണവനെ, ഹരശബ്ദം കൊണ്ട് സകലതിനെയും ഹരിക്കണവൻ. ഹരശബ്ദം ഹരിശബ്ദം ഇത് രണ്ടും ഒരൊറ്റ ഫങ്ഷനാണ്. അക്ഷരമായിട്ട് മുറിച്ചാൽ ഹാന്നും കിട്ടും രാന്നും കിട്ടും. ഹ എന്നുള്ള ശബ്ദം കൊണ്ട് ഞാനിപ്പോൾ ഉച്ചരിച്ച പോലെ തന്നെ ഉച്ചരിക്കുന്നുണ്ട്. ഹ അല്ല, ഞാൻ ഉച്ചരിച്ച വരി ഞാൻ ഒറ്റ തവണ ഉച്ചരിച്ചു, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ അത് ഉച്ചരിച്ചാൽ അത് ഹൃദയാകാശമാണ്. ഹൃദയമാകണ ആകാശം, പുറമെ കാണുന്ന ആകാശം, രണ്ടിനും വരുന്ന അക്ഷരം ഹ. ഹ എന്നുള്ള ശബ്ദം കൊണ്ട് അതാണ്. മഹാദേവൻ്റെ എല്ലാ ബീജാക്ഷരങ്ങളും ഹ എന്നുള്ള അക്ഷരത്തിലാണ്. മഹാദേവൻ്റെ രഹസ്യ ബീജാക്ഷരങ്ങൾ മുഴുവൻ നിൽക്കുന്നത് ഈ അക്ഷരത്തിനെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഈ അക്ഷരത്തിനെ കേന്ദ്രീകരിച്ചു. ഇതിലെ രസം എന്താ വെച്ചാൽ ഇത്രയും വൈഷ്ണവമായിട്ട് പറയുന്ന രാധയുടെ മന്ത്രങ്ങൾ മുഴുവൻ നിൽക്കുന്നത് ഇതേ ബീജാക്ഷരത്തിലാണ്. അപ്പം ആലോചിച്ചറിയാം ആളാരാണ്. ബാക്കിയുള്ളവർ എന്ത് കഥ പറഞ്ഞുണ്ടാക്കിയാലും അത് മാറാൻ പോകുന്നില്ല. മൂലസ്വഭാവം എന്താണോ അത് ആ മന്ത്രത്തിലുണ്ടാവും. പുറത്ത് എന്ത് ഫാൻസി ഡ്രസ്സ് കെട്ടിച്ചാലും ആളുടെ സ്വഭാവം മാറില്ല. ര എന്നുള്ള ശബ്ദം കൊണ്ട് അഗ്നിയാണ്, തീ. ര എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉച്ചാരണം കൊണ്ട് തീ കത്തിക്കാം. ഇതിപ്പോൾ ഈ അടുത്ത് ഫേസ്ബുക്കിലൊരു വീഡിയോ ഉണ്ട്. അഹോബിലത്തിൽ ഒരാചാര്യൻ അവരുടെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് 2 ചാണകവറളി നദിയിൽ വെള്ളത്തിൽ നിന്നിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്തിട്ട് ഒരയ്ക്കണമൊന്നുമില്ല, ഇങ്ങനെ ചേർത്തിട്ട് അദ്ദേഹം ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ഈ അഗ്നിബീജവും നരസിംഹത്തിൻ്റെ 2-3 ബീജങ്ങളും ചേർത്തിട്ട് ഇങ്ങനെ ചെല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇതങ്ങനെ പുകഞ്ഞ് കത്താൻ തുടങ്ങും. രാഘവേന്ദ്ര സ്വാമികൾ അങ്ങനെ ചെല്ലിയിട്ട് വിളക്ക് കത്തിക്കുമായിരുന്നു എന്നാണ് അഗ്നിബീജം. ഈ അഗ്നിബീജത്തിനെ നാഭിയിൽ ജപിച്ചാൽ നമ്മുടെ ശരീരം ഇരുന്നിരിപ്പിൽ കത്തിച്ചാമ്പലാവും. സതീദേവി അതാ ചെയ്തു. ഞാൻ ഈ അടുത്ത് പൂനെയിൽ ഭാഗവത സപ്താഹത്തിൽ സതിയുടെ ദേഹത്യാഗം പറയുമ്പോൾ ആ പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അതൊന്നും ആരും പരീക്ഷ നോക്കണ്ട കേട്ടോ. പ്രാണനെ കൊണ്ട് എങ്ങനെയാണ് അഗ്നിയെ വളർത്തി നാഭിയിൽ കേന്ദ്രീകരിച്ച് മണിപൂര ചക്രത്തിൽ കൊണ്ട് സോളാർ പ്ലക്സസിൽ കൊണ്ടുവന്ന് യോഗ അഗ്നി കൊണ്ട് എന്ന് നമ്മൾ വരും, യോഗാഗ്നി കൊണ്ട് ഭസ്മാക്കി എന്നാണ് പറയുന്നത്. ആ യോഗാഗ്നി എങ്ങനെയാണ് കൊണ്ടുവരണത്? ഭാഗവത പ്രകാരം ഭഗവാനും അങ്ങനെയാണ് ശരീരം കളഞ്ഞത് അവസാനം. അപ്പോൾ ആ സർവപാപഹാരി അത് പറയാൻ ഇത്രയും പറഞ്ഞത്. ആ ഹര ശബ്ദത്തിൻ്റെ മഹിമ, അതിൽ സ്ത്രീ ബീജത്തിൻ്റെ വള്ളി വന്നാൽ തന്നെ ഹരിയായി. വിഷ്ണുവിൽ എപ്പോഴും ശക്തിയുടെ അംശമുണ്ട്. ഞാൻ മുമ്പ് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാണിക്യവാചക സ്വാമികൾ പറഞ്ഞിട്ട് എൻ്റെ അച്ഛന് ഒരു ഭാര്യയുള്ളൂ, അത് നാരായണനാണ്. എൻ്റെ അച്ഛന് ഒരു ഭാര്യയുള്ളൂ, അത് നാരായണനാണ്. അതുകൊണ്ട് അമ്മയും ഗുരുവായൂരപ്പനെയും വേറെ വിചാരിക്കരുത്. ഇത് മനസ്സിലാക്കുന്നവന് ഒരുപാട് രഹസ്യങ്ങൾ കിട്ടും, പല സംശയങ്ങളും തീർന്നു കിട്ടും ആധ്യാത്മികത. അത്രേ പറയാൻ പറ്റുള്ളൂ ഒരു പൊതുവേദിയിൽ. അതിൽ ബിന്ദു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അത്രേ പറയാൻ പറ്റും. ഹരി കഴിഞ്ഞിട്ടൊരു ബിന്ദു വന്ന ഭുവനേശ്വരുടെ ബീജാക്ഷരായി ഹ്രീം എന്നായി. ഹര ഹരി ഹ്രീം, ഇത് 3 വന്ന. ഇത് ഏറ്റവും മനോഹരമായിട്ട് മലയാള ഭാഷയിൽ ഒരു കൃതിയിലുണ്ട്. ആചാര്യൻ നമ്മളെ കൊണ്ടൊക്കെ ഇത് ജപിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ മഹിമ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. ഹരിനാമകീർത്തനം എന്ന് പറയും. ഹരിനാമകീർത്തനം മുഴുവൻ ഈ വിദ്യയാണ്. എഴുത്തച്ഛൻ്റെ ശ്രീവിദ്യോപാസനയുടെ പരിപക്വ ഫലമാണ് ഹരിനാമകീർത്തനം.
അങ്ങനെ സർവപാപഹാരിയായിട്ടുള്ള ഹരാ, അങ്ങയുടെ അപാരമായിട്ടുള്ള മഹിമയെ ഒരു അണുപോലും അറിയാത്ത ജ്ഞാനി പുകഴ്ത്തുന്നുണ്ടല്ലോ, അത് അങ്ങേക്ക് ഒട്ടും ചേരാത്തതാണ് എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു ന്യായം പറയണ്. ബ്രഹ്മാദികൾക്ക് പോലും അങ്ങയെക്കുറിച്ച് ഇപ്പം എന്താ അറിയുക? അവർ സ്തുതിക്കണില്ലേ, അതുകൊണ്ട് എൻ്റെ സ്തുതി ആവാം. അവർ പോലും അങ്ങേ സ്തുതിക്കുന്നുണ്ട്. അപ്പം പിന്നെ എൻ്റെ സ്തുതി കൊണ്ട് എന്താ കുഴപ്പം? എനിക്ക് എൻ്റെ രീതിയിൽ സ്തുതിക്കാം. നമ്മുടെ അച്ഛനും അമ്മയാണ്. നമുക്കറിയാതെ എന്താ പറയുക, പണ്ട് എന്താ പറയുക, അമ്മ ഒരു നാട്ടിൻപുറത്തൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്, കൊച്ചു കുട്ടിയത് ഗുണ്ടപ്പക്രുവാണെങ്കിലും പൊന്നുംകട്ടെ നിന്നെ കൊണ്ടല്ലേ സ്വൈരക്കേട് എന്ന് പറഞ്ഞിട്ട് അത്ര അമ്മ ഉറക്കണതേ. അതൊരു തരത്തിൽ ചീത്ത പറയല. പക്ഷെ ആ ചീത്ത പറയലല്ല, വാത്സല്യവും സ്നേഹവും ആലോചിച്ച് നോക്കും. ഭഗവാനെ പുലഭ്യം പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്ന അനവധി സ്തുതികൾ നായനാരന്മാരുടെ കാണും. നമ്മൾ വിചാരിക്കും എങ്ങനെ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റണം. വില്ലുമംഗലം ചെയ്തിരിക്കുന്നു. വില്ലുമംഗലം സഭ്യതയുടെ സകല വരമ്പുകളെയും അതിക്രമിക്കുന്ന തരത്തിലുള്ള സംബോധനകൾ കൊണ്ട് ദേവിയെയും മഹാദേവനെയും സ്തുതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൃഷ്ണൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. പല സ്ഥലങ്ങളിലും നമുക്കത് കാണാൻ പറ്റും. അത് ആ തലത്തിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പക്വത വേറൊരു ലെവലിലെത്തണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എന്തിലും ഈശ്വരനെ കാണുക എന്നുള്ളൊരവസ്ഥ എത്തുമ്പോൾ ശുദ്ധാശുദ്ധ വിചാരങ്ങൾ വരില്ല. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർ ഭരണിയുടെ പാട്ടുകളുടെയും സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് താനെ മനസ്സിലാവും. ആ ഒരു വിഷയം തന്നെ എത്രമാത്രം പറയാനുള്ളതറിയോ? ഈ കൊടുങ്ങല്ലൂരിലെ വിഷയം ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്ന, നമ്മുടെ ആൾക്കാർ തന്നെ വളരെ മോശമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു ആരാധനയാണത്. എങ്ങനെയാണോ ഹിരണ്യകശിപു ഭഗവാനെ നേടിയത്, എങ്ങനെയാണോ ശിശുപാലൻ ഭഗവാനെ നേടിയത്, എങ്ങനെയാണോ രാവണൻ ഭഗവാനെ നേടിയത്, അതേ സൈക്കോളജി വെച്ചുള്ള ഒരു കളിയത്. ഈ 9 വിധത്തിലുള്ള ഭക്തിയെക്കാട്ടിലും പവറാണ് ഈ വിദ്വേഷഭക്തിക്ക്. 9 വിധത്തിലുള്ള ഈ നവതാഭക്തി എന്ന് പറയുന്നുണ്ടല്ലോ, അതിനേക്കാളും പവറാണ് വിദ്വേഷഭക്തിക്ക് എന്ന് ശരദേവദാസനല്ല പറഞ്ഞിട്ടുള്ളത്, നാരദ മഹർഷി പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഞാൻ പറയണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കരുത്, നാരദം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് വളരെ കഷ്ടമാണ് ആൾക്കാർക്ക് പരിചയിക്കാൻ, അത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുക. ഇവിടെ ഒരു തരത്തിൽ ഭഗവാനെ ഒരു ചെറിയ ഒരു വെല്ലുവിളിയാണ്. അത് സ്നേഹം കൊണ്ടാണ്. എനിക്ക് അച്ഛനെ സ്തുതിക്കാനുള്ള കഴിവൊന്നുമില്ല, പക്ഷെ മറ്റുള്ളവർ അച്ഛനെ സ്തുതിക്കുന്നുണ്ടല്ലോ, അതും ഇപ്പോൾ പൂർണ്ണമൊന്നുമല്ലല്ലോ, അതുകൊണ്ട് എൻ്റെ സ്തുതി അങ്ങേക്ക് ആവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങാം. എൻ്റെ ബുദ്ധിയുടെ അതിർവരമ്പിൻ്റെ ഉള്ളിൽ നിന്നിട്ട്, അത് വളരെ അല്പമാണ്, അതിന് കാര്യമായിട്ടുള്ള കഴിവൊന്നുമില്ല, പക്ഷെ ആ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഞാൻ കരുതുന്നത് എൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ സ്തുതിക്കണത്, അതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ വിചാരിക്കണം എന്ന് പറഞ്ഞിട്ട് ന്യായം ആദ്യമേ പറഞ്ഞിട്ടാണ് ഈ സ്തുതി അങ്ങോട്ട് തുടങ്ങണമെന്നാണ്. ഇതിൽ ഓരോ അക്ഷരങ്ങളെയും എടുത്തിട്ട് നമുക്ക് ഇഴവിരിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് അനവധി മന്ത്രങ്ങളും. ഈ മഹാത്മാക്കൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, അവർ മഹാമന്ത്രങ്ങൾ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് ഉപദേശം കൊണ്ട് മാത്രമേ ജപിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്കതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് സ്തോത്രകൃതികൾ എഴുതി വയ്ക്കും. സൗന്ദര്യലഹരി അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. സൗന്ദര്യലഹരി നമുക്ക് ഉപാസിക്കാൻ സാധാരണഗതിക്ക് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്തത് സൗന്ദര്യലഹരിയുടെ നിയമേനയുള്ള പാഠം കൊണ്ട് നമുക്ക് കിട്ടും. കല്യാണവൃഷ്ടിസ്തവം ശങ്കരാചാര്യസ്വാമികളുടെ, മന്ത്രമാതൃകാ പുഷ്പമാലാസ്തവം, ശ്രീവിദ്യ മന്ത്രദീക്ഷ ഇല്ലാത്തവർക്ക് ചെല്ലാവുന്ന സ്തുതിയായിട്ടാണ്. കാരണം അത് ചെല്ലിയാൽ അതിൻ്റെ ഫലം കിട്ടും. അതിൻ്റെ അകത്ത് മന്ത്രാക്ഷരങ്ങളെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അതിനെ പുടിതമാക്കി വയ്ക്കുക എന്ന് പറയും, ലോക്ക് ചെയ്ത് വയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ സൗന്ദര്യലഹരിയിൽ ഹരിസ്വാമാരാധ്യ പ്രണതജന സൗഭാഗ്യജനനി പുരാനാരി ഭൂത്വ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ശ്ലോകത്തിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹ്രീംകാരം ഭുവനേശ്വരി ഹൃല്ലേഖ അതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെല്ലുമ്പോൾ ഇത് ചെല്ലുന്ന ഫലം കിട്ടുകയാണ്. മഹിമ്ന സ്തോത്രത്തിൻ്റെ ഉള്ളിലും ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹരശബ്ദത്തിന് മാത്രം തന്നെ പേജ് കണക്കിന് വ്യാഖ്യാനം കൊടുക്കണം ആചാര്യന്മാർ. ഒരു 8 10 ഇപ്പോൾ ചൗക്കാമ്പ എന്നൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു 7 വ്യാഖ്യാനമൊക്കെ ആയിട്ട് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കിട്ടാനില്ല. എല്ലാറ്റിലും ഈ ഹര എന്നുള്ള ഒരക്ഷരത്തിൽ ഒരു വാക്കിൽ വന്നു കഴിഞ്ഞാൽ ആചാര്യന്മാർ അതിന് പേജ് കണക്കിനാണ് വ്യാഖ്യാനത്തെ കൊടുക്കുന്നത്. പ്രളയകാലത്ത് എല്ലാ വിശ്വത്തിനെയും സംഹരിക്കുന്നവൻ
ഹരതി സംഹരതി വിശ്വ. അവൻ അവൻ ഹരൻ. അങ്ങനെ വരുമ്പോൾ സംഹാരം എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നല്ല അർത്ഥം. നമ്മൾ പഠിച്ച് സംഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുക എന്ന അതല്ല. ഒരു വസ്തു ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ എന്താണോ ആ ഘടകങ്ങളിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോവുക. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി, ഇഡ്ഡലിയെ തിരിച്ച് അരിയാക്കാനും ഉഴുന്നാക്കാനും നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. അവിടെ ആ ആൾക്ക് പറ്റുമോ? അങ്ങവർക്കത് സാധിക്കും. അതാണ് സംഹാരം. നമ്മുടെ ശരീരം ഈ സമസ്ത വസ്തുക്കളും പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്. ശിവൻ ഒരൊറ്റ ജോലിയെ ചെയ്യും, എല്ലാറ്റിനെയും പിടിച്ച് പഴയ ഒരു പഞ്ചഭൂതങ്ങളാക്കി മാറ്റും. എന്നിട്ട് മൂപ്പരെ ഷെൽഫിൽ വയ്ക്കും, വീണ്ടും ബ്രഹ്മാവിനെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് പറഞ്ഞു തരണമാതിരി പറയുക കേട്ടോ, അങ്ങനെ പറഞ്ഞാലും മതി. ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ ഒരാളാണ്, അവരിങ്ങനെ ചെയ്യണമെന്നൊന്നും സങ്കല്പിക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ച് കൺഫ്യൂഷൻ്റെ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞു നമ്മൾ. പ്രപഞ്ചത്തിലെ ശക്തികളുടെ ഫങ്ഷൻസ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് മാത്രം മനസ്സിലാക്കുക. സംഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ട് അതിൻ്റെ ചേരുവകൾ എന്താണ്, ആ ചേരുവകളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ പ്രളയകാലത്ത് എല്ലാറ്റിനെയും വിലയം പ്രാപിപ്പിക്കുമ്പോൾ ആചാര്യന്മാർ പറയുന്ന ഒരു ഉപമയാണ്, ഒരു മെറ്റഫറാണ്. ഭഗവാൻ പ്രളയകാലത്ത് സകല ചരാചരങ്ങളെ ആ മഹാപ്രഭു മടിയിൽ കടത്തി ഉറക്കുന്നു. ശിവൻ സകല ചരാചരങ്ങളെയും തൻ്റെ വിസ്തൃതമായിട്ടുള്ള മടിയിൽ കടത്തിയിട്ട് അങ്ങനെ തട്ടി തട്ടി ഉറക്കുന്നു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും സൃഷ്ടിയുടെ സമയമാകുമ്പോൾ ഉണർത്തി വിടും എന്ന് പറയും. അപ്പം ദീർഘമായിട്ടുള്ള സംസാരയാത്ര, എത്രയോ ജന്മങ്ങൾ നോക്കൂ. നമ്മൾക്ക് ആദ്യം ഒരു മനുഷ്യജന്മം കിട്ടണത് എപ്പോഴാ എന്ന് അമ്മ അച്ഛനോട് ചോദിക്കുമ്പോൾ വാമകേശ്വര തന്ത്രത്തിൻ്റെ തുടക്കത്തിൽ, ഉമേ 84 ലക്ഷം ഗർഭപാത്രം കിടക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു മനുഷ്യ ഗർഭപാത്രം കിട്ടുക. പിന്നെ കിട്ടിയതിന് ശേഷം പിന്നെയും വീണ്ടും മറിഞ്ഞും പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളൊക്കെ ഇതിൽ എവിടെ നിൽക്കണവരാണെന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിഞ്ഞൂടാ. അങ്ങനെ നടത്തിയിട്ടുള്ള ലക്ഷം കോടി വർഷങ്ങളുടെ സംസാരയാത്രയിൽ ആത്മാവ് ക്ഷീണിച്ച് 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 പ്രളയം വരുമ്പോൾ ഭഗവാന്റെ മടിയിൽ പോയിട്ട് കിടന്ന് അങ്ങനെ ഉറങ്ങുക. അത്ര കുറച്ച് ഉറങ്ങേട്ടോ, ഇനി അടുത്ത് വീണ്ടും 2 തുടങ്ങാം, അപ്പം ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറക്കുക എന്നാ പറഞ്ഞത്. അങ്ങനെ ചെയ്യണവൻ ഹരൻ. സകല ജീവരാശികളെയും തൻ്റെ മടിയിൽ കിടത്തി ഉറക്കണവൻ ഹരൻ. അങ്ങനെ വിശ്രമാർത്ഥം സകല ആത്മാക്കളെയും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് തന്നിൽ വിലയം പ്രാപിപ്പിച്ച് നിർത്തുന്നവൻ ആരോ അവൻ ഹരൻ. ഇങ്ങനെ അനവധി ഹരശബ്ദത്തിന് ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്, ഇനിയും ധാരാളം അർത്ഥങ്ങളുണ്ട്. ഇനി മഹിംന എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം ഏതിലാണോ മഹാൻ ആണ് ആ വ്യക്തി എന്നുള്ളതിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കണത് അതിനെ മഹിമ എന്ന് പറയും. പല വിധത്തിലുള്ള വൈഭവങ്ങളെയൊക്കെ നമ്മൾ മഹിമ എന്ന് പറയും. അയാളുടെ മഹിമ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അഷ്ടസിദ്ധികളിൽ മഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനെ വലുതാക്കാൻ സാധിക്കുന്നതാണ് മഹിമ. ഹനുമാനൊക്കെയുള്ള സിദ്ധിയാണത്. ലോകത്തിൽ മനുഷ്യൻ്റെ മഹിമയായിട്ട് പറയണത് പഴയ കാലത്ത് വേദങ്ങൾ പറയണ ലക്ഷണങ്ങൾ ധാരാളം പശുക്കളുണ്ടാവുക. ഇന്നിപ്പോൾ പശു ഉണ്ടെന്ന് പറയണതേ പ്രശ്നമാണ്. പശു എന്ന് പറഞ്ഞ പ്രശ്നം അപ്പം ദേഷ്യം വരും. പശു, കുതിര, ആന, സൈന്യങ്ങൾ, വേലക്കാർ, ഭാര്യമാർ, ക്ഷേത്രച്ച തൻ്റെ കീഴിൽ ധാരാളം അമ്പലങ്ങളുണ്ടാവുക, ധാരാളം വീടുകളുണ്ടാവുക. ഇതൊക്കെ എത്ര അധികം ഉണ്ടോ അതാണത്ര മഹിമാലക്ഷണമായിട്ട് പറയുന്നത്. അങ്ങനെ മനുഷ്യന് പറയുന്ന മഹിമ ഈശ്വരനിൽ വരുമ്പോൾ എന്താ? ഈശ്വരൻ്റെ വൈഭവം എന്ന് പറഞ്ഞാൽ ഈ കാണായ ജഗത്ത് തന്നെ. ഭഗവാൻ ഈ കണ്ട നമ്മളിതിൽ ഏതെങ്കിലുമൊക്കെ കുറച്ചെടുത്തിട്ട് എനിക്ക് 10 വീടുണ്ട്, എൻ്റെ കീഴിൽ 5 ക്ഷേത്രമുണ്ട്, എനിക്ക് 4 ഭാര്യമാരുണ്ട്, അങ്ങനെയല്ല. ഇങ്ങനെ മഹിമ പഴയകാലത്ത് രാജാക്കന്മാർ കൊത്തുപണികൾ എഴുതി വയ്ക്കും. ഇപ്പോൾ കൃഷ്ണദേവരായരുടെ ഇന്ന ഭാര്യ തിരുപ്പതി വെങ്കടാചല ക്ഷേത്രത്തിൻ്റെ ഇന്ന ഗോപുരം പണിയാൻ പൈസ കൊടുത്തു എന്നൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടാവും. അത് അവരവരുടെ മഹിമ എഴുതി വെച്ചാണ്. ഭഗവാൻ എവിടെ മഹിമ എഴുതി വെക്കാനാണ്? എഴുതാൻ തന്നിൽ നിന്ന് വേറിട്ട് എന്തെങ്കിലും ഒരു വസ്തുവല്ലേ വേണ്ടത്. നമ്മളാണ് ഒരു അമ്പലം പുതുക്കി പണിയാണെങ്കിൽ അതിൻ്റെ ചുമരിലും പ്രദർശന വഴിയിലും മുഴുവൻ ഇന്ന അമ്മ ആൻഡ് ഫാമിലി ഡൊണേറ്റഡ് ബൈ എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ച് കൊടുക്കും അല്ലേ? ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഈ നിലത്ത് ഇങ്ങനെ ഇട്ട് പോകരുത്, അക്ഷരത്തിനെ ചവിട്ടരുത് എന്ന് പഠിപ്പിച്ച തലമുറ ഉണ്ടായിരുന്നു നമുക്ക്. ഒരു ന്യൂസ് പേപ്പറിൽ കാല് തട്ടിയാൽ തൊട്ടുകലേ വയ്ക്കും.
ആ നമ്മളാണ് പ്രദക്ഷിണ വഴിയിൽ ഈ പേരെഴുതി കൊത്തിവെച്ചതിൻ്റെ മുകളിൽ ചവിട്ടിയിട്ട് പ്രദക്ഷിണം വയ്ക്കണത്. നോക്കൂ, അത് എഴുതിയവരും പോയി, അത് ഉണ്ടാക്കിയവരും പോയി. ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള വസ്തു എന്താണെന്ന് ചോദിച്ചാൽ ആ വിഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ പേരവിടെ എഴുതി വെക്കാൻ നോക്കുന്നു. അപ്പം മഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അറിഞ്ഞ് നമുക്ക് തരേണ്ട ഒരു വിഷയമാണ്. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ്റെ മഹിമ എന്ന് പറഞ്ഞാൽ ആരും അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് സ്വയമേ പറയും. എപ്പോഴാണ് നമ്മൾ ഭഗവാന്റെ യഥാർത്ഥ മഹിമ അറിയുക? ഞാനും അത് ഒന്നാണെന്ന് അറിയുമ്പോഴേ അറിയുള്ളൂ. അതുവരെ അത് അനുമാനങ്ങൾ മാത്രമാണ്. വേറെ വ്യക്തികൾ പറഞ്ഞറിഞ്ഞ് അത്. അപ്പോൾ പുഷ്പദന്തൻ ശിവനെ ഇങ്ങനെ സ്തുതിച്ചു, ദുർവാസാവ് അങ്ങനെ സ്തുതിച്ചു, കൃഷ്ണൻ ഇങ്ങനെ സ്തുതിച്ചു. ഇതാണ് മഹിമ എന്ന് നമ്മൾ പറഞ്ഞത്. ഭട്ടേരിപ്പാട് വന്ന് സ്തുതിച്ചുകൊണ്ട് ആ നാരായണി. എന്തുകൊണ്ട് പിന്നെ നാരായണീയങ്ങൾ ഉണ്ടായില്ല? എന്തുകൊണ്ടുണ്ടായില്ല? ആരും ഭട്ടതിരിയെ പോലെ ഭാഗവതം മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ നാരായണീയം എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിനെ ഒരു ഉപാസകൻ എങ്ങനെ മനസ്സിലാക്കിയോ അത് എഴുതി വെച്ച നോട്ട്സ് എന്നത്. എടുക്കേണ്ടത് എടുത്തിട്ട് അത് എഴുതി വെച്ചു. എന്തുകൊണ്ട് വേറെ നാരായണീയങ്ങൾ ഉണ്ടായില്ല? ഭട്ടതിരിയോളം നാരായണീയ ഭാഗവതത്തിനെയോ ഭഗവാനെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പുഷ്പദന്തൻ ഭഗവാൻ സമസ്ത ജഗത്തും തന്നെയാണെന്ന് ഉറപ്പിച്ച് ആ ജഗത്ത് താൻ തന്നെ. വിഷ്ണു സഹസ്രനാമം തുടങ്ങുമ്പോൾ ഞാൻ എപ്പോഴും പറയും, നിരാകാര ബ്രഹ്മം ഓം. അത് കാണാവുന്ന പ്രപഞ്ചമാവണു. ഓം വിശ്വം അല്ലേ? അതിലേക്ക് ഭഗവാൻ പ്രവേശിക്കണം. യോമേ അന്തപ്രവിശ്യ, ഞാൻ പ്രവേശിക്കണു. വിഷ്ണു പ്രപഞ്ചത്തിൻ്റെ ഘടനയാണ് കൊടുക്കുന്നതെന്ന് സഹസ്രനാമത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്നിട്ടത് എങ്ങനെ നിലനിൽക്കണമെന്നുള്ള നടുക്കുള്ള നാമങ്ങളിലൊക്കെ പറഞ്ഞ് അവസാനം വരുമ്പോൾ സംഹാരം പറയണു. സർവപ്രഹരണായുധ എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിക്കും. ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാതെ വിഷ്ണു സഹസ്രനാമം പഠിച്ചിട്ട് കാര്യമില്ല. അതാണ് മഹിമ. സഹസ്രനാമങ്ങളിൽ എന്താണോ വാഴ്ത്തുന്നത്, അത് വിഷ്ണു ആവട്ടെ, ലളിതയാവട്ടെ, ശിവനാവട്ടെ, എന്താ അത് തന്നെയാണ് ഈശ്വര മഹിമ എന്ന് പറയുന്നത്. ഈശ്വരൻ ചാൽ ഭൂതം, വർത്തമാനം, ഭാവി, ഈ കാലത്തൊക്കെ ആരാണോ ജനിക്കാതെ എപ്പോഴും ഉണ്ടായി മരിക്കാതെ എന്നുമെന്നും വർത്തിക്കുന്നത്, ഏകോപശിഷ്ട ശിവ കേവലോഹം എന്ന ആചാര്യൻ പറഞ്ഞ, എല്ലാം നശിച്ചാലും അവശേഷിക്കണ ശിവനാണ് ഞാൻ എന്ന് പറഞ്ഞ് അവശേഷിക്കണം. ആ ബ്രഹ്മം, അതിനെ നാരായണൻ എന്ന് വിളിച്ചോളൂ, ശിവൻ എന്ന് വിളിച്ചോളൂ, പരാശക്തി എന്ന് വിളിച്ചോളൂ, എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ, ഇഷ്ടമുള്ളത്. തമ്മിൽ തല്ലിയിട്ട് കാര്യമില്ല. നമ്മുടെ തമ്മിൽ തല്ലുകൾ, വഴക്കും നമ്മൾ പറയുന്ന ശരി തെറ്റുകളൊന്നും അതിന് ബാധകമേ അല്ല. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന വസ്തുക്കൾ പോലും അറിയാത്തവണ്ണം പൂർണ്ണമാണത്. ഓരോ തവണയും ഭൂമിദേവിയും ബ്രഹ്മാവും നമ്മളും ഒക്കെ പോയിട്ട് ഭഗവാനെ അവതരിക്കണേ എന്ന് ഈ പറഞ്ഞ് കരഞ്ഞിട്ട് അവതരിപ്പിക്കണേൻ്റെ ആവശ്യം എന്താ വെച്ചാൽ പൂർണ്ണ ബ്രഹ്മത്തിന് ഈ പ്രപഞ്ചത്തിൽ നടക്കണ ദുഷിപ്പുകളൊന്നും അറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. പറഞ്ഞാലേ അറിയുള്ളൂ. കാരണം ദുഷിപ്പ് എന്ന് പറഞ്ഞാൽ ദ്വൈതമായി. ദ്വൈതം തൊടിയിക്കാണ്ട് അദ്വൈതത്തിനെ ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. സദാ അദ്വൈതമായിട്ട് ഒന്നായി കിടക്കുന്ന വസ്തുവിന് തന്നിൽ നിന്ന് വേറിട്ടൊരു ബോധമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ദുഷിപ്പുകളൊന്നും ഭഗവാൻ അറിയില്ല. അതുകൊണ്ടാണ് ഭഗവാനെ വൈകുണ്ഠത്തിൽ പോയി കണ്ട് സ്തുതിച്ച് വരൂ, ഇറങ്ങി വരൂ, ഇറങ്ങി വരൂ, ഇറങ്ങി വരൂ എന്ന് പറയേണ്ടി വരുന്നത്. നമ്മൾ പലരും വിചാരിക്കും ഭഗവാനൊക്കെ അറിയണമല്ലേ, ഭഗവാനൊക്കെ അറിയില്ല, അറിയുന്നില്ല, പറയാതെ അറിയില്ല. കാരണം അത് അത്ര ശുദ്ധ വസ്തുവാണ്. നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ അശുദ്ധികളാണ്. അതിനെ ഇതാണെന്ന് അറിയാതെ വന്നത് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളാണിത് മുഴുവൻ. ഇത് തിരിച്ചറിയലാണ് മഹിമ അറിയൽ. അതറിയാനാണ് മഹിമന സ്തോത്രങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെയുള്ള ഈ പുരുഷന്റെ മഹിമ എത്രയോ വലുതാണ്. ഇത് ശ്രുതി തന്നെ പറഞ്ഞിട്ടുള്ള പുരുഷയേ വേദം സർവം അല്ലേ? അപ്പൊ പുരുഷന്റെ മഹിമ എങ്ങനെയാ ഉണ്ടാവണേ എന്ന് മനസ്സിലാകുന്ന സമയത്ത് അതിനുള്ള ഉത്തരവും കിട്ടും. ഈ പുരുഷൻ എങ്ങനെ ഇത്ര മഹാത്മാവായി എന്ന് ചോദിച്ചാൽ അതും വേദം പറയുന്നുണ്ട്. സർവം കൽവിതം ബ്രഹ്മതജ്ജലാൻ. ജഗത്ത് ബ്രഹ്മത്തിൻ്റെ സ്വരൂപം തന്നെയാണ്. ആ ബ്രഹ്മം തന്നെയാണ് ഈ പുരുഷൻ. അപ്പം പിന്നെ അവന് മഹിമയില്ലാണ്ടിരിക്കുമോ? അവൻ നമ്മൾ കരുതുന്ന മാതിരി ഒരാളല്ല, എവിടെയോ പോയിട്ടിരിക്കുന്ന ആളല്ല. ഈ കാണാതെന്തോ അതാണ്. പുരത്തിൽ വസിക്കുന്നവൻ പുരുഷൻ. പുരച്ചേതാ? ശരീരം. ഈ ശരീരം തന്നെ. ആ പുരത്തിന് ഒരു പേരുണ്ട്. ആ പുരത്തിൽ പ്രധാനപ്പെട്ട വായു സഞ്ചരിക്കണം, പ്രാണൻ സഞ്ചരിക്കണം. ആ പ്രാണനൊരു പേരുണ്ട്, പ്രധാനപ്പെട്ട വായു, ഗുരുവായ വായു. അതുകൊണ്ട് നമ്മുടെ ശരീരം തന്നെ ഗുരു പവനപുരം. അതിൽ വസിക്കുന്നവൻ പുരുഷൻ. അവൻ്റെ സ്ഥലം പുരി.
ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സ്ഥലനാമങ്ങളൊക്കെ നമുക്ക് സാക്ഷാത്കാരം ഉണ്ടാക്കി തരാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാവും. അതൊരു ജോഗ്രഫിക്കൽ എൻറ്റിറ്റീസ് അല്ല. ഇങ്ങനെ പാരം തേ പരം എന്നുള്ള വാക്കെടുക്കണം, ആ വിശ്വം മുഴുവൻ വ്യാപിച്ചു കിടക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് വ്യാഖ്യാനിച്ചിരിക്കണം. വളരെ വിസ്തരിക്കണില്ല. ഓരോ അക്ഷരം അവിദുഷോ, അജ്ഞാനത്തിൽ നിന്നുകൊണ്ടുള്ള സ്തുതിയാണിതെന്ന്. പുഷ്പദന്തൻ ഇപ്പോഴും ഞാൻ വേറെ ഭഗവാൻ വേറെ എന്ന് കണക്കാക്കണം. പക്ഷെ ഭഗവാനെ എനിക്കറിയാം, ഞാൻ നീ ഒന്നാണ്, അതിലേക്ക് എത്തലാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ എൻ്റെ അവിടുന്ന് കെട്ടുമുറുക്കി വരികയാണ്, എനിക്ക് പടി കയറി അവിടെ എത്തണം. യോഗവിദ്യ പറഞ്ഞാൽ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഏതാ ഈ പടിയാറും? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. പടിയാറും കടന്ന 7ാമത്തെ സഹസ്രാരം. ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു ഗേറ്റുണ്ട്. ആണ് 6 ഗേറ്റും കടന്നിട്ട് ചെല്ലുമ്പോഴാണ് സനകാദികളെ ജയനും വിജയനും തടയണത്. കാരണം അഹങ്കാരം അപ്പോഴും പോയിട്ടില്ല. അവർക്ക് ഭേദഭാവമുണ്ട്. അവർ വസ്ത്രം ധരിക്കാതെ വന്ന കുട്ടികളെന്നുള്ളതുകൊണ്ട് ഇങ്ങനെയാണോ ഭഗവാനെ കാണാൻ വരിക ചോദിച്ചപ്പോൾ സനകാദികൾ തിരിച്ചു ചോദിച്ചു, ഇവിടെയും ഭേദഭാവോ? ഈ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോഴും ഭേദഭാവം. അതുകൊണ്ട് പോയിട്ട് ജനിച്ചിട്ട് വാ, താഴത്തെ ചക്രങ്ങളിൽ പോയി ജനിക്കും, എന്നിട്ട് കയറി വീണ്ടും വാ പറഞ്ഞ് ശപിച്ച് പറഞ്ഞു വിട്ടു. കാരണം സഹസ്രാരം വൈകുണ്ഠാണ്, സഹസ്രാരം കൈലാസാണ്, സഹസ്രാരം തന്നെയാണ് ഗോലോകം, സഹസ്രാരം തന്നെയാണ് എത്തിച്ചേരേണ്ടതൊക്കെ എത്തിച്ചേരേണ്ട ആത്യന്തികമായിട്ടുള്ള ലോകം. അത് നമ്മുടെ ശരീരത്തിൽ അവിടെ പറയണം. അവസ്ഥയായിട്ട് പറഞ്ഞാൽ എല്ലാ സംശയങ്ങളും അവസാനിക്കേണ്ട, എല്ലാ സംശയങ്ങളും എപ്പോഴും അവസാനിക്കുക? ഈ ലോകത്തിൽ ഒന്നല്ലാണ്ട് രണ്ടായിട്ട് ഒന്നുമില്ല എന്നറിയുമ്പോൾ സംശയങ്ങൾ അവസാനിക്കും. അല്ലാണ്ട് ഒരു സംശയം അവസാനിക്കില്ല, ഒരു തൃപ്തിയും വരില്ല. ജീവിതത്തിൽ തൃപ്തി കിട്ടില്ല. തൃപ്തി വരണോ അത് ഇത് ഒന്നാണെന്ന് തിരിച്ചറിയണം. അനുഭവത്തിൽ വരണം. പറഞ്ഞുകൊണ്ട് കാര്യമില്ല, എത്ര പ്രഭാഷണം കേട്ടിട്ടും കാര്യമില്ല, എത്ര സ്തോത്രം വായിച്ചിട്ടും കാര്യമില്ല. മധുരത്തിനെ കുറിച്ചിട്ട് പുസ്തകങ്ങൾ വായിച്ചിട്ടും എസ്സേകൾ വായിച്ചിട്ടും കാര്യമില്ല. അതിന് പകരം ഒരു സ്പൂൺ പഞ്ചസാര എടുത്ത് വായിലിട്ടാൽ മതി, വളരെ എളുപ്പമാണ്. ഇടൂ. അത് ചെയ്യാൻ പഠിക്കുക. അതാ വളരെ അവിദുഷോ എന്ന് പറയുമ്പോൾ എനിക്ക് അറിവില്ല. അതിൽ നിന്നിട്ടാണ് ഞാൻ അങ്ങയുടെ ഈ സ്തോത്രത്തെക്കുറിച്ച്, ഈ മഹിമയെക്കുറിച്ച് ഞാൻ പറയാൻ ശ്രമിക്കണത് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഇനി ഈ 2 മഹാചൈതന്യങ്ങൾ പിടിയിരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരുടെ സന്തോഷത്തിനായിട്ട് ഇതേ ശ്ലോകത്തിനെ ശിവനായിട്ടും വിഷ്ണുവായിട്ടും പറയാം. മധുസൂദന സരസ്വതി 1ാമത്തെ ശ്ലോകത്തിന് എടുക്കണം എങ്ങനെയാണ്? മഹിംനപ്പാരം ദേ പരമവിദുഷോ യദ്യ സദൃശി. ഞാൻ ഇതേ ശ്ലോകത്തിൽ തന്നെ പിടിക്കണം. എന്താ വെച്ചാൽ അത് കേൾക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹര എന്ന് വിളിച്ചു. സകല താപങ്ങളെയും ഹരിക്കണവൻ. എന്ത് ഈ താപങ്ങൾ? താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. നമ്മൾ വെറുതെ പറയും. താപത്രയങ്ങൾ എന്താണെന്ന് നമുക്ക് ആർക്കും അങ്ങനെ ബോധമില്ല. 3 തരം ചൂടാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ ചൂടല്ല, ആ ചൂട് വേറെ. ആ ചൂട് പെടുവതിൽ ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം. അത് ക്രമത്തിൽ പറഞ്ഞാൽ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന് പറയാം. വളരെ ലളിതമായിട്ട് സാധാരണ എല്ലാ പ്രഭാഷണങ്ങളിലും ഞാൻ പറയാറുള്ള ഒരു പ്രയോഗമാണ്. ഒന്ന്, നമ്മുടെ കയ്യിലിരിപ്പോണ്ട് നമ്മൾ നമുക്കുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, അത് ആധ്യാത്മികം. നമ്മുടെ കയ്യിലിരിപ്പോണ്ട് നമ്മൾ നമുക്കുണ്ടാക്കണ ചൂടാ, പൊള്ളലുകൾ. മറ്റുള്ളവർ അവരുടെ കയ്യിലിരിപ്പോണ്ട് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമുക്കിട്ടുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ആദിഭൗതികം. ഇത് രണ്ടുപേരുടെ ഈ കയ്യിലിരിപ്പ് സഹിക്കാൻ പറ്റാണ്ട് പ്രകൃതി ഇടയ്ക്കിടയ്ക്ക് മണ്ടയ്ക്കൊന്ന് തരും. കൊറോണ, പ്രളയം, ഇങ്ങനത്തെ സാധനങ്ങൾ, വരൾച്ച, ഇതൊക്കെ ആദിദൈവികം. ഇത് 3 എണ്ണമാണ് ഒരു ശരീരം എടുത്താൽ നമ്മൾ അനുഭവിക്കേണ്ടത്. നമ്മളായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മറ്റുള്ളവർ നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പ്രകൃതി നമുക്ക് തരുന്ന പ്രശ്നങ്ങൾ. ഇത് 3 എണ്ണത്തിനെയും മറികടക്കാനാണ് കൃഷ്ണനെ വിളിക്കേണ്ടതെന്നാണ് ഈ താപത്രയ വിനാശായ എന്ന് പറയാൻ കാരണം. കാരണം കൃഷ്ണ ശബ്ദം ബ്രഹ്മാനന്ദത്തിനെ സൂചിപ്പിക്കണം. രാമൻ ബ്രഹ്മം, കൃഷ്ണൻ അതിൽ നിന്നുണ്ടാവണ ആനന്ദം. ഈ 2 വാക്കുകളും വളരെ വിശേഷമാണ്. രാമശബ്ദം, കൃഷ്ണശബ്ദം. അപ്പം ഇവിടെ എല്ലാ താപങ്ങളെയും ഹരിക്കുന്നവൻ ശിവൻ, ശങ്കരൻ. മധുസൂദന സരസ്വതി അവിടെ ശങ്കര എന്നാണ് പറയുന്നത്. ശം എന്ന് വെച്ചാൽ നല്ലത്, മംഗളം എന്നർത്ഥം. നല്ലത് വരുത്തുന്നവൻ ശിവൻ.
നല്ലത് ചെയ്യുന്നവൻ ശങ്കരൻ, നല്ലതിന് ജന്മം കൊടുക്കുന്നവൻ ശംഭു. ഇങ്ങനെയൊക്കെയാണ്. അത് ഈ ജടാധാരിയായി ചന്ദ്രക്കല ധരിച്ച് സർപ്പഭൂഷിതനായി കയ്യിൽ തൃശൂലം പിടിച്ച് നടക്കണ ഒരാളെ അല്ല പറയണത്. പ്രപഞ്ചശക്തി ബ്രഹ്മത്തെയാണ് പറയണത്. ബ്രഹ്മവാചിയായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ സ്തോത്രങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും വലിയ അപകടം ഗീത വ്യാഖ്യാനിക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ അപകടം തന്നെയാണ്. ഗീതയിൽ എല്ലാ സ്ഥലത്തും ഭഗവാൻ ഞാൻ 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 എന്ന് പറയുമ്പോൾ നമ്മൾക്കിത് പഠിപ്പിച്ചു തരണം എന്താ? ഈ ദേവകി പ്രസവിച്ച ഓടക്കുള്ളിൽ പിടിച്ച് നിൽക്കണ, കയ്യിൽ ചമ്മട്ടി പിടിച്ച് ശംഖ് പിടിച്ച് നിൽക്കണ ആ ശരീരം തന്നെ ഞാൻ എന്ന് പറയണമെന്നാണ്. എങ്ങനെ അങ്ങനെ ഗീത പഠിക്കണോ അന്ന് അവിടെ നശിച്ചു. ആ ശരീരം നശിച്ചു പോയടോ. അത് അസ്ത്രം കൊണ്ട് എന്നോ ഈ പ്രപഞ്ചത്തിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞു. അത് നീ ഭൂമിയിലില്ല. ആ മഹാത്മാവ് അവിടെ പറഞ്ഞത് ഞാൻ 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 എന്ന് പറഞ്ഞത് ബ്രഹ്മത്തെയാണ്, പരമാത്മാവിൻ്റെ ഭാവത്തിലാണ് അത് അർജുനനോട് അവിടെ പറയണത്. ആ ഭാവത്തിൽ വേണം ഇവിടെ ശങ്കരൻ ശിവൻ എന്നൊക്കെ പുഷ്പദന്തം പറയണത് നമ്മൾ മനസ്സിലാക്കാൻ. അല്ലാണ്ട് എനിക്ക് ഈ രൂപമാണ് ഇഷ്ടം മറ്റുള്ളതൊക്കെ. നോക്കൂ, ഇങ്ങനെ പറയണവനൊക്കെ ഫാൻസ് അസോസിയേഷൻകാരാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഭക്തവേഷം കെട്ടി നടക്കണ 99% പേര് ഞാനടക്കം ഫാൻസാണ്. ഫാൻസിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മറ്റേ നടനെ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഭക്തനെ കാണാൻ കിട്ടുന്നില്ല. ഭക്തൻ അവൻ്റെ അനുഭവം 10 പേരുടെ മുന്നിൽ പറയില്ല. കാരണം അവന് പറയാനറിയില്ല. ഹീസ് ഷോർട്ട് ഓഫ് വേർഡ്സ്. അവന് വാക്കുകളിൽ അവൻ എങ്ങനെ പറയും? അവൻ അനുഭവിക്കുന്നവൻ എങ്ങനെ പറയും? അവന് പറയാൻ സാധിക്കില്ല. അവന് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഇവിടെ വന്ന് തൊണ്ടയിൽ വാക്ക് കുരുങ്ങും. ഗുരുവായൂരപ്പ മഹാദേവ എന്നൊന്നും വാക്ക് അമ്മയെന്ന് മുഴുവിപ്പിച്ച് പറയാൻ പറ്റില്ല. ഹൃദയം പൊട്ടും, ദ്രവിക്കും. അതുകൊണ്ട് യഥാർത്ഥ ഭക്തൻ മിണ്ടില്ല. അവനെ പ്രഭാഷണ വേദികളിൽ കാണാൻ പറ്റില്ല. അവനെ സത്സംഗങ്ങളിലും കാണാൻ പറ്റില്ല. 10 പേര് കൂടുന്ന എവിടെയും അവനെ കാണാൻ പറ്റില്ല. അവൻ റോഡിൽ ചുമടെടുക്കുന്നുണ്ടാവും. നോക്കൂ, ഞാൻ തുറന്ന് പറയാൻ പാടില്ല, എന്നാലും പറയണം. നമ്മുടെ ഇവിടെയുള്ള ഈ 2 മഹാക്ഷേത്രങ്ങളിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. ഏറ്റവും ശരീരമനങ്ങി ചെയ്യേണ്ട ഏറ്റവും കഷ്ടമുള്ള ഒരു പണി ചെയ്യുന്ന ഒരാളുണ്ട് ഈ ഗുരുവായൂർ ദേശത്ത്. ഗുരുവായൂരപ്പനും മഹാദേവനും ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. എൻ്റെ അനുഭവം. അയാൾ എവിടെ ഇരുന്ന് ജപിക്കണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അയാൾക്ക് നാമം നാരാന്ന് പറഞ്ഞാൽ അയാൾ പൊട്ടും. അയാൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അയാൾ ഭഗവാന്റെ ജോലിക്കാരുടെ വേണ്ടി ജോലി ചെയ്യും. സകലതും ഉപേക്ഷിച്ചിട്ട് അയാൾ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യും. അങ്ങനെ ഒരാളുണ്ട്. അയാളെ പൊതുജനത്തിന് ഒന്നും അറിയില്ല. ഭാഗ്യത്തിന് ഒരു ബ്ലോഗർമാർക്ക് പിടികിട്ടിയിട്ടില്ല. പിടികിട്ടിയ അങ്ങേരുടെ കഥ കഴിഞ്ഞു. വീഡിയോ വ്യവസായക്കാർക്ക് ആർക്കും യൂട്യൂബുകാർക്ക് ആർക്കും അങ്ങനെ പിടികിട്ടിയിട്ടില്ല. അദ്ദേഹം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കട്ടെ. ഞാൻ പറയണത് എന്താ വെച്ചാൽ, നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത സ്ഥാനങ്ങളിലാണ് യഥാർത്ഥ ഭക്തരിക്കുന്നത്. അങ്ങനെയോ പറയാം, അങ്ങനെ ശങ്കര അങ്ങയുടെ മഹിമകളെ, അതിൻ്റെ അതിർത്തികളെ ആർക്കും നിർവചിക്കാൻ പറ്റില്ല. എന്നെപ്പോലെ അറിവില്ലാത്തവർക്ക് ഒട്ടും പറ്റില്ല. അങ്ങനെയുള്ള എന്നെപ്പോലുള്ളവരുടെ സ്തുതി അങ്ങയുടെ മഹിമയ്ക്ക് ചേരുന്നതല്ലെങ്കിൽ കൂടി, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബ്രഹ്മാവൊക്കെ സ്തുതിക്കുന്നത് അങ്ങനെ ചേരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവർ പറയണതും അങ്ങേക്ക് അയോഗ്യമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും സ്തുതിക്കാം. കാരണം ലോകത്തിലെ യോഗ്യതയോടുകൂടി അങ്ങേ സ്തുതിക്കാൻ ആരും ജനിച്ചിട്ടില്ല. ഒരാളെ സ്തുതിക്കണമെങ്കിൽ ഒരു യോഗ്യത വേണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭഗവാനെ സ്തുതിക്കാനുള്ള യോഗ്യതയോട് കൂടിയിട്ട് ആരും ജനിച്ചിട്ടില്ല. നോക്കൂ, തന്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്താ? ആർക്കാ പൂജിക്കാൻ അധികാരം? മേലധികാരി അല്ലെങ്കിൽ ഉയർന്നവനെ താഴ്ന്നവന് പൂജിക്കാൻ അധികാരമില്ല തന്ത്രത്തിൽ. ചോദിച്ചു നോക്കൂ, ആചാര്യന്മാരോട് ചോദിച്ചു നോക്കൂ. സമന്മാർ തമ്മിലേ പൂജിക്കാൻ അധികാരമുള്ളൂ. അതുകൊണ്ടാണ് ആത്മാരാധന ചെയ്ത് സകല മന്ത്രന്യാസം ചെയ്ത് പൂജകൻ തന്നെ ഭഗവാൻ ആ വിഗ്രഹത്തിലെ ദേവന് സമമാക്കിയിട്ടാണ് പൂജ. ഏത് ക്ഷേത്രത്തിലെയും ശാന്തിക്കാരനോട് ചോദിച്ചു നോക്കൂ, ആ ശാന്തിക്കാരൻ തന്നെ ആ ദേവന്റെ തലത്തിലേക്ക് ഉയർത്തിയിട്ടേ പൂജ ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ മനസ്സിലാക്കണം താല്പര്യമുള്ളവർക്ക് സബര്യാഹൃദയം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പുസ്തകമുണ്ട് ആചാര്യസ്വാമികളുടെ, ശങ്കരാചാര്യസ്വാമിയുടെ സബര്യാഹൃദയം. പൂജ കഴിക്കേണ്ടതിൻ്റെ സയൻസാണത്. എന്തിനു പൂജ കഴിക്കണം അതിൻ്റെ തിയറിയാണ്.
വാസ്തവത്തിൽ എല്ലാ തന്ത്രവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കമ്പൽസറിലി പഠിപ്പിക്കേണ്ട ഒരു പുസ്തകമാണ് സപര്യാഹൃദയം. ആ സപര്യാഹൃദയത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് സമന്മാർ തമ്മിലെ പൂജ. അപ്പം ഇവിടെ പുഷ്പദന്തൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ അങ്ങേ സ്തുതിക്കാനുള്ള യോഗ്യത ഉണ്ടായിട്ട് ഈ ലോകത്ത് ഒരാൾ ജനിച്ചിട്ടില്ല എന്ന് പരോക്ഷമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് ഞാനീ ശ്രമിക്കുന്നതും അപവാദമൊന്നും ഉണ്ടാക്കില്ല, അങ്ങേക്ക് ഉചിതം തന്നെയാണ് എന്ന് പറഞ്ഞു. ഇനി മഹാവിഷ്ണുവിലേക്ക് തിരിക്കുകയാണ് ഇതിനെ. മധുസൂദന സരസ്വതി ഇതിനെ ഹരിഹരപക്ഷത്തിലെ ഹരിപക്ഷം പറയുന്നു. അവിടെ ഐ എന്നുള്ള ശബ്ദമെടുത്തു. ഈ മഹിംനപ്പാരംത എന്നുള്ള ശ്ലോകത്തിൽ ഐ അല്ലയോ എന്ന് വരുന്നുണ്ട്. അല്ലയോ പരമ എന്നുള്ള ശബ്ദം എടുത്തു. പര മ എന്നുള്ള ശബ്ദം, പര എന്നുള്ളത് കൊണ്ട് പതി എന്നർത്ഥം, മ എന്ന ശബ്ദം കൊണ്ട് ലക്ഷ്മി എന്നർത്ഥം എടുത്തു. മ എന്നുള്ള ശബ്ദം ലക്ഷ്മിയാണ്. അവളുടെ ഭർത്താവായതുകൊണ്ടാണ് മാധവൻ. മാധവൻ. അപ്പോൾ പരമശബ്ദം കൊണ്ട് ലക്ഷ്മി നാരായണ എന്നാണ് വിളിക്കണം. ലക്ഷ്മിയുടെ ഭർത്താവേ, ഐ പരമ ബ്രഹ്മാദീനാം ഗിര, അങ്ങനെയാണ് അതിനെ പൊളിക്കുന്നത്. ഇതേ ശ്ലോകത്തിനെ എടുത്തിട്ട് ചെറിയൊരു തിരിപ്പ്, ഒറ്റ തിരിച്ചു അതിൽ വിഷ്ണുവായി. അല്ലയോ ലക്ഷ്മീപതിയായിട്ടുള്ള ഗുരുവായൂരപ്പ, ബ്രഹ്മാദികളുടെ വാക്കുകളുടെ ലിമിറ്റേഷൻ അറിയണ ആൾക്കാർക്ക് അങ്ങേ സ്തുതിക്കണേൽ ഒരു നാണവും തോന്നില്ല. കാരണം അവരുടെ തന്നെ കുറവുകളുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ സ്തുതിച്ചാൽ എന്താ എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് അത് വിഷ്ണുവിലേക്ക് തിരിച്ചു വെച്ചു. വളരെ സിമ്പിളായിട്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ശ്ലോകങ്ങൾ അങ്ങോട്ട് പോകും തോറും ഇതിനെ വ്യാഖ്യാനിച്ച് പോകുമ്പോൾ ശിവൻ വിഷ്ണു ഒന്നാണോ എന്നായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ തന്നെ ഈ പറയുന്ന ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള സകലരും ഞങ്ങളെപ്പോലുള്ള സാധുക്കൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങേ സ്തുതിച്ചത്. കാരണം ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കാൻ അറിയില്ല. ആരൊക്കെ? പ്രഹ്ലാദൻ, നാരദൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ അവ അച്ഛ എന്നുള്ള വാക്കോട് കൂടിയിട്ട് സൂചിപ്പിച്ചിട്ട് മധുസൂദന സരസ്വതി പറയണേ, ഈ പ്രഹ്ലാദനും നാരദനൊക്കെ അങ്ങേ സ്തുതിച്ചത് ഞങ്ങൾക്കൊരു ചുക്കും അറിയില്ല, ഞങ്ങൾക്ക് വേണ്ടി സ്തുതിച്ചാണെന്ന്. നമ്മളതല്ലേ ചെയ്യണം. നമ്മളാരെങ്കിലും സ്വയം സ്തുതികൾ ഉണ്ടാക്കിയിട്ട് ഭഗവാനെ സ്തുതിക്കണ്ടോ? ശങ്കരൻ എഴുതിയ സ്തുതി എടുത്ത് വായിക്കണം, അല്ലേ? വ്യാസമഹർഷി എഴുതിയ സ്തുതി എടുത്ത് വായിക്കണം. ഓരോരോ മഹാത്മാക്കൾ എഴുതിയ സ്തുതിയാണ് നമ്മൾ വായിക്കുന്നത്. ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അവനവനൊരു സ്തുതിയിൽ കൂടെ ഭഗവാനെ സ്തുതിക്കാൻ? ശ്രമിച്ചു നോക്കൂ. വേറൊരാൾ, അത് എത്ര മഹാത്മാവാണെങ്കിലും ആൾ എഴുതിയ സ്തുതിയെക്കാളും അതിഗംഭീരമായിരിക്കും അതിൻ്റെ ഫലം. കാരണം സ്തുതിക്കുമ്പോൾ സന്തോഷിക്കുന്നത് ഭഗവാൻ എന്ന് വേറൊരാളല്ല, നിങ്ങളകത്തിരിക്കുന്ന ആത്മാവിന് ആത്മസ്മരണം വരികയാണ്. ഞാൻ തന്നെ അല്ലേ എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ആ സന്തോഷം ഉണ്ടാവുന്നത്. ഞാൻ ഈ അടുത്ത് പൂനെല സപ്താഹത്തിൽ ഞാൻ പറഞ്ഞത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗജേന്ദ്രമോക്ഷം പറയുമ്പോൾ ഗജേന്ദ്രൻ എന്ന് പറഞ്ഞ ആത്മവിസ്മൃതിയാണ്. എത്രയോ കാലം അവനവനെ മറന്ന് നടക്കണം നമ്മൾ തന്നെയാണ് ഗജേന്ദ്രൻ. നമ്മൾ പോയി പെടുന്നത് നമ്മുടെ അഹങ്കാരാകണ മുതലുടെ കയ്യിലാണ്. അത് വിടില്ല. നമ്മൾ എത്രത്തോളം മറന്ന് ജീവിക്കണോ അത്രയും അഹങ്കാരത്തിൻ്റെ പിടികൂടും. അവസാനം ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ചു പോകും. ഒരു ഘട്ടം എത്തുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വരും, ഞാനിതല്ലേ എന്ന ബോധം വരുമ്പോൾ അത് സ്തുതിയായിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ എന്താ എടുത്തു കൊടുക്കുക? ആദ്യം നമ്മുടെ ഹൃദയത്തിനെ എടുത്തു കൊടുക്കും ഭഗവാന്, താമരപ്പൂവിനെ. അപ്പോൾ വരണാളെ നോക്കൂ, ഹരി എന്ന പേര്. ആ വരണാളുടെ പേര് ഹരി എന്നാ. വിഷ്ണു എന്നല്ല പേര്, നാരായണൻ എന്നല്ല പേര്, കൃഷ്ണൻ എന്നല്ല പേര്. ആ ഗരുഡൻ്റെ പുറത്ത് വന്ന നാരായണൻ്റെ രൂപത്തിൻ്റെ പേര് ഹരി എന്നാണ്. ആ ഹരിയെ തന്നെയാണ് ഇവിടെ വിളിക്കുന്നത്. അങ്ങനെ മധുസൂദന സരസ്വതി ഗജേന്ദ്രമോക്ഷത്തിനും കൂടെ അവിടെ ബന്ധിപ്പിക്കുന്നു കൊണ്ടുവന്നിട്ട് ഒരു ശ്ലോകം കൂടെ പറയാനുള്ള സമയമുണ്ട്. അതീതപന്ഥാനം തവജ മഹിമാവാങ്മനസയോരതദ്വ്യാവൃത്യായം ചകിതമഭിദത്തേ ശ്രുതിരപി സഗസ്യ സ്തോതവ്യ കതിവിധ ഗുണക്കസ്യ വിഷയ പദേ ത്വർവാചീനേ പദതിനമനക്കസ്യ നവജ. അല്ലയോ മഹാദേവ, അങ്ങയുടെ മഹിമ വാക്കിൻ്റെയും മനസ്സിൻ്റെയും വഴികളെ അതിക്രമിച്ച് നിൽക്കണേണെന്ന്. അതായത് വാക്കുകൊണ്ടും എത്താൻ പറ്റില്ല, മനസ്സുകൊണ്ടും എത്താൻ പറ്റില്ല. ബ്രഹ്മത്തെക്കുറിച്ചിട്ട് വേദം പറയുന്നുണ്ട്, എവിടെയാണോ വാക്ക് ലക്ഷ്യം കാണാണ്ട് മടങ്ങണത്, വാക്കുകൾ എവിടെയാണോ ലക്ഷ്യം കാണാണ്ട്, അത് നമ്മൾ എത്ര പറഞ്ഞ് ഫലിപ്പിച്ചാലും അത് ഇതാണെന്ന് പറയാൻ പറ്റില്ല.
ഇതല്ല എന്നും പറയാൻ പറ്റില്ല. എന്തൊരു കഷ്ടം ആലോചിച്ച് നോക്കുക. കാരണം മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ അത് എന്നുള്ള അർത്ഥത്തിലാണ് ചിത്തിനന്യമായത് ചൈതന്യം. നമ്മുടെ വിചാരം നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മൾ ഈ പറയുന്ന ഭക്തിയുടെ വർത്തമാനങ്ങളൊക്കെ നമ്മുടെ മനസ്സ് വെച്ചിട്ടുള്ള കളിയാണ്. ഉണ്ണി, അച്ഛൻ, അമ്മ മോശമാണെന്നല്ല, അത് നമ്മുടെ എബിലിറ്റിക്ക് അനുസരിച്ച്. ചിലർക്ക് അതുപോലും അറിയാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ അതല്ല ഭഗവാൻ, അതൊന്നുമല്ല ഈശ്വരൻ എന്നുള്ള ബോധത്തോടെ വേണം ഉണ്ണിയെ ഉണ്ണിയെന്നും അച്ഛനെ അച്ഛാന്നും അമ്മയെ അമ്മ എന്നൊക്കെ വിളിക്കാൻ. അച്ഛാന്ന് വിളിച്ചാലും അമ്മയെന്ന് വിളിച്ചാലും സഹോദരനെ വിളിച്ചാലും ഡാ എന്ന് വിളിച്ചാലും ആത്യന്തികമായിട്ട് ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ പറയണം, നീ പരബ്രഹ്മം, നിന്നെ ഇങ്ങനെ വിളിക്കണേന് എന്നോട് ക്ഷമിക്കണേ, പക്ഷെ എനിക്ക് നിന്നെ ഇങ്ങനെ വിളിക്കണേന് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് വേണം ആ ദിവസം അവസാനിപ്പിക്കാൻ. അപ്പം ഇവിടെ അങ്ങയുടെ മഹിമ വാക്കിൻ്റെയും മനസ്സിൻ്റെയും മാർഗത്തിനെ അതിക്രമിച്ച് നിൽക്കണു. എന്നിട്ട് പറയാ, ആത്മാവല്ലാത്ത എല്ലാ വസ്തുക്കളെയും എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുക. മായയാണ് ആത്മാവല്ലാത്ത സകല വസ്തുക്കൾ. അതിനെ തള്ളിക്കളയുക. അനാത്മ നിഷേധം എന്ന് പറയും അത് വേദാന്തത്തിൽ. അത് അതാണ് അതവ്യാവൃത്യ എന്ന് പറയുന്നത്. മാത്രമല്ല കർമ്മഫലത്തിനെ ത്യജിച്ചിട്ട് ഇതൊന്നും എൻ്റെ അല്ല, ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിൻ്റെ ഫലം എൻ്റെ അല്ല. ആ കർമ്മഫലത്തിലുള്ള ഇച്ഛയെ ത്യജിച്ചിട്ട് ഗീത പറഞ്ഞ അതേ കാര്യം. കർമ്മണ്യേവാധികാരസ്ഥേ മഹാഫലേഷു കഥാചന. അതേ അർത്ഥം പറയുക. എങ്ങനെയാണോ വേദം പോലും ഭയഭക്തിയോട് കൂടിയിട്ട് അങ്ങയെക്കുറിച്ച് പറയണത്, അതെവിടെയാണ് പറയണത്? രുദ്രത്തിലാണ് പറഞ്ഞത്. രുദ്രൻ തുടങ്ങണം എങ്ങനെയാ? നമസ്തേ രുദ്രമന്യവകുതോ ദൈഷവേ, നല്ലയോ കോപമേ നിന്റെ അസ്ത്രത്തിന് എന്നെ ഇരയാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടാ തുടങ്ങണം. നിന്റെ അസ്ത്രത്തിന് എന്നെ ഇരയാക്കല്ലേ കോപമേ എന്നാ വിളിക്കുന്നത് ഭഗവാനെ. അതായത് കോപിഷ്ടാന്നല്ല വിളിക്കുന്നത്, കോപമേ എന്ന്. മഞ്ഞവേ, മഞ്ഞുച്ച കോപം. വേദത്തിൽ വേറൊരു സ്തുതിയുണ്ട്, മഞ്ഞു സൂക്തം. നരസിംഹത്തിന് വളരെ വിശേഷം അത്. അല്ലയോ കോപമേ. ഇപ്പോൾ പൂജ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ഒരു ശ്ലോകം ഉണ്ട് രുദ്രത്തിൽ തന്നെ വരാം, മാനേകസ്മിന്നാകസ്മാതയോരുതൃഷു വധീർമാശൂരഭൂരുഷു. ഭഗവാനെ, ഞാൻ ഒരു തെറ്റ് ചെയ്താലും 2 തെറ്റ് ചെയ്താലും 3 തെറ്റ് ചെയ്താലും നിന്റെ അസ്ത്രത്തിന് എന്നെ ഇരയാക്കല്ലേ എന്നാണ് പറഞ്ഞു. അസ്ത്രമാണ് ശിവന്റെ ആയുധം. വേദത്തിൽ തൃശ്ശൂരൊക്കെ പിൽക്കാലത്ത് വരണം. അതിന് കാരണങ്ങളുണ്ട്. അതതിൻ്റെ ഗുണവിചാരങ്ങളിൽ വേണം മനസ്സിലാക്കാൻ. തൃശൂലം തന്നെ ശരിക്ക് ഒരു സ്ഥിരം വെപ്പണല്ല. ഞാൻ പണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് 7 നിറമുള്ളൊരു സർപ്പാണ്. മഴവില്ലിൻ്റെ നിറമുള്ള 7 തലയുള്ളൊരു സർപ്പാണ് പിനാകെന്ന് പറയും. അത് ആവശ്യാനുസരണം ഏത് ആയുധമായിട്ട് മാറും. അത് ഭഗവാന്റെ ശരീരത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു ശക്തിയാണ്. പക്ഷെ ഇവിടെ അസ്ത്രത്തെ പറയണം. അസ്ത്രം കൊണ്ട് എന്നെ മുറിവേൽപ്പിക്കല്ലേ മുറിവേൽപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. വേദം പോലും ചകിതനായിട്ട് ഇവിടെ പറഞ്ഞ ചകിതം ശ്രുതി അഭിധത്തെ എന്നാ പറഞ്ഞത്. വേദം പോലും പേടിച്ചിട്ടാ നിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട്. അങ്ങനെയുള്ള നിന്നെ ആർക്കാ സ്തുതിക്കാൻ പറ്റുക? വാക്കിനും മനസ്സിനും വിഷയമാവാത്ത നിന്റെ സ്തുതി ചെയ്യാൻ ആർക്കും സാധിക്കില്ല. എന്തൊക്കെ ഗുണങ്ങൾ നടക്കുന്നുണ്ട്. അതവിടെ കതിവിധ ഗുണ എന്ന് കൊടുത്തിരിക്കണം. അവിടെ അഘോര എന്ന് പറഞ്ഞ വാക്ക് പോലെയാ. ഈ അഘോര വാക്ക് ഭയങ്കര മിസ്ലീഡിങ്ങാ. മിസ്ലീഡിങ് അല്ല, ട്രിക്കിയാ. നമ്മൾ വിചാരിക്കും ഭയങ്കര ഘോരനാണ് അഘോര എന്ന് വിളിക്കുന്നത്. ഒട്ടും ഘോരമില്ലാത്ത പഞ്ചപാവമായിട്ടുള്ള ആളെന്നും അഘോര എന്നുള്ള വാക്കിനർത്ഥമുണ്ട്. ഒരേ സമയം പാവോ അതേസമയം അതിഘോരനുമായിട്ടുള്ളവൻ ആരോ അവൻ ഘോരൻ. 26ഉം 27ഉം ശ്ലോകങ്ങളുണ്ട്. നമുക്ക് സമയമില്ല. 26ാമത്തെ ശ്ലോകത്തിൽ അർദ്ധനാരീശ്വരനായിട്ട് ഇങ്ങനെ ഭഗവാന്റെ സൗന്ദര്യത്തിനെ അങ്ങോട്ട് വർണ്ണിക്കും പുഷ്പകന്ധൻ. കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മനസ്സങ്ങോട്ട് നിറയും. അച്ഛൻ്റെ അമ്മയുടെ ആ ചേർച്ച അങ്ങോട്ട് കാണും. അടുത്ത ശ്ലോകത്തിൽ നഗ്നനായിട്ട് ഭിക്ഷാടനമൂർത്തിയായിട്ട് പട്ടികളെയും കൊണ്ട് നടക്കണ അതിഭീഷണമായിട്ടുള്ള രൂപത്തിനും വിളിക്കുക. എന്നിട്ട് പറയുന്നത് അത് തന്നെയാണ് നീ, ഇത് തന്നെയാണ് അത്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക? നമുക്ക് എക്സ്ട്രീംസിനെ അംഗീകരിക്കാൻ അറിയില്ല. നമുക്കൊക്കെ ബ്ലാക്കോ വൈറ്റോ, ഒന്നുമില്ല ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. ഈ മറ്റ് മതപദ്ധതികളും നമ്മൾക്കത് വളരെ എളുപ്പത്തിലാക്കി തരണോണ്ടാണ് അതിലേക്ക് ആകർഷണം വരുന്നത്. നമ്മുടെ പദ്ധതികളിൽ അങ്ങനെയല്ല, എല്ലാം പ്രകൃതിയാണ്. നമ്മളൊക്കെ പല വിധത്തിലുള്ള ഗ്രേകളുടെ വ്യത്യസ്ത ഷെയ്ഡുകളാണ്. ഇന്നലെ രാത്രി നമ്മൾ പറയണേ, ഇന്നലത്തെ എൻ്റെ സ്വഭാവം എനിക്കെന്നെ ആലോചിച്ചിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നലെ നമ്മൾ മഹാമോശ കറുപ്പ, ഇന്ന് രാവിലെ നല്ല വെളുപ്പ, ഇന്ന് ഉച്ച കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഗ്രേ ആവും.
രാത്രിയാകുമ്പോൾ വീണ്ടും കറുപ്പാവും. പ്രപഞ്ചത്തിൽ സകല വസ്തുക്കളും നമ്മൾ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈശ്വരനെ മാത്രം എങ്ങനെയാണ് നമുക്ക് വെള്ളയും കറുപ്പുമാക്കാൻ പറ്റുക? ഇന്ന് ഭക്തി പ്രസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്നത് വെള്ളയോ കറുപ്പായിട്ട് ഈശ്വരനെ കാണാനാണ്. സനാതനധർമ്മം അതല്ല. പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയുടെ അന്തസ്സത്തയായ പുരുഷൻ തന്നെയാണ് സകലതെന്ന് തിരിച്ചറിയാൻ എന്ത് പഠിപ്പിക്കുന്നോ അതാണ് സനാതനധർമ്മം. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഷർട്ട് ഊരിയിട്ടോ ഷർട്ട് ഊരാണ്ടോ എങ്ങനെ വേണമെങ്കിൽ കയറാം. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ല വാദത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ഒരു അവസാനമില്ല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഇവിടെ പറയാ എന്തൊക്കെ ഗുണങ്ങൾ അങ്ങേക്കുണ്ട്, കതിവിധ ഗുണ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ എത്ര ഗുണങ്ങളാണ് അങ്ങേക്കെന്ന് പറയാൻ പറ്റില്ല. അവരുടെ അടുത്ത സെക്കൻഡ് അതിനെങ്ങനെ അർത്ഥം എടുക്കുക? അയ്യോ അങ്ങേക്ക് അനവധി ഗുണങ്ങളുണ്ട്, ഇനി ഒരു ഗുണവുമില്ല, നിർഗുണനാണ്, സഗുണനുമാണ്, നിർഗുണം, ഒരു ഗുണവും പറയാനില്ല. ഇവൻ ചൂടാണോ അല്ല, തണുപ്പാണോ അല്ല, വെളുത്തിട്ടാണോ അല്ല, കറുത്തിട്ടാണോ അല്ല, കാണാൻ പറ്റുമോ, കാണാൻ പറ്റണമെന്നുമില്ല. നമ്മൾ മനുഷ്യൻ്റെ മനസ്സ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കാൻ നോക്കണതൊക്കെ അല്ല 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 അല്ല. ഈ സ്വഭാവം ഏറ്റവും കാണിക്കുന്ന പ്രത്യക്ഷത്തിൽ ഒരു ക്ഷേത്രമൂർത്തി കാണിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത് ഗുരുവായൂരപ്പനാണ്. നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, മൂപ്പര് വേറൊന്ന് ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് നമ്മൾ പ്ലാൻ ചെയ്താലും അത് ഉള്ളി പൊളിച്ച് ചെയ്യും. കാരണം അഹങ്കാരത്തിനെ ഇങ്ങനെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ദേവൻ വേറെ കാണില്ല. അത് ഈ മൂന്ന് ചൈതന്യവും സമന്വയിച്ച് നിൽക്കുന്ന ബ്രഹ്മമാണ്. എല്ലാ സ്ഥലത്തും പറയാറുള്ളതാണ് ഞാൻ. ദേവിയുടെ പീഠത്തിൽ വിഷ്ണുവിൻ്റെ ശരീരത്തിൽ ശിവൻ്റെ ആത്മാവാണ് ഗുരുവായൂരപ്പൻ. അത് മനസ്സിലാക്കിയ ഗുരുവായൂരപ്പനെ കിട്ടും. അതാണ് അതിൻ്റെ ആ ബ്രഹ്മസ്വഭാവം വളരെയധികമാണ് ഭഗവാൻ. എന്നിട്ട് ചോദിക്കുക, നമ്മൾ ഇത്രയും പറഞ്ഞു കസ്യ വിഷയ, നീ ആരുടെ വിഷയം, നീ ആരുടെ സബ്ജക്റ്റാ, നിന്നെ ആരാ പഠിക്കുന്നത്, നിന്നെ ആർക്കാ പഠിക്കാൻ പറ്റുക? നിന്നെ കാണാൻ അർവാജീനെ പഴയതും പുതിയതുമായിട്ടുള്ള നിന്റെ രൂപത്തിൽ, അതായത് ഭഗവാന്റെ പ്രാചീനമായിട്ടുള്ള രൂപങ്ങളുണ്ട്, പുതിയതായിട്ടുള്ള രൂപങ്ങളുണ്ട്. ശിവന് അനവധി രൂപങ്ങളുണ്ട്, നാരായണനും അനവധി രൂപങ്ങളുണ്ട്. നോക്കൂ, നാരായണീയത്തിൽ പറയണില്ലേ, പ്രതിനിമിഷ നവീനായ. ഗുരുവായൂരപ്പനെ തന്നെ തൊഴുതിട്ട് ഒന്ന് മാറിയിട്ട് പിന്നെയും വന്ന് തൊഴുതാൽ പുതിയതായിട്ട് തോന്നും, വീണ്ടും മാറി വന്നിട്ട് വീണ്ടും തൊഴുതാൽ പുതിയതായിട്ട് തോന്നും. ഇന്നത്തെ കാലത്ത് അത് പറ്റില്ല, കാരണം കാണാൻ തന്നെ പറ്റാറില്ല. എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അങ്ങനെ ആവാൻ കാരണം നമ്മുടെ മനസ്സിൽ കൂടുതൽ നന്നായിട്ട് ധ്യാനിക്കാൻ, പഠിപ്പിക്കാൻ, പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ ആക്കിയിട്ടുള്ളത്. നേരിട്ട് കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ അകത്ത് കാണാനുള്ള എഫർട്ട് കുറയും. അപ്പോൾ അകത്ത് കാണാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് കാണിച്ചു വിടണതെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അങ്ങനെ പഴയതും പുതിയതോ ഏതോ ആയിക്കോട്ടെ, നിൻ്റെ പഴയകാല രൂപങ്ങളായിക്കോട്ടെ, പുതിയ കാല രൂപങ്ങളായിക്കോട്ടെ, ഭൂതത്തിലും വർത്തമാനത്തിലും ഇനി ഭാവിയിലുള്ള രൂപങ്ങളായിക്കോട്ടെ, ഇതിലേതിലെങ്കിലും ഒന്നിൽ ആരുടെ മനസ്സാണോ വീഴാത്തത്, ആരുടെ വാക്കാണോ ആ രൂപത്തിനെ സ്തുതിക്കാത്തത്, അത് വ്യർത്ഥല്ലേ ഭഗവാനെ? അതുകൊണ്ട് ഞാൻ എൻ്റെ സമയം വേസ്റ്റാക്കാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ സ്തുതി ശരിയോ നല്ലതോ ചീത്തയോ അതിൻ്റെ ഗുണമൊന്നും നോക്കില്ല, എനിക്ക് യോഗ്യതയുണ്ടോ എന്നൊന്നും നോക്കില്ല. നിന്നെ എനിക്ക് അറിയാൻ പറ്റണ രൂപത്തിൽ, എനിക്ക് പറയാൻ പറ്റണ വാക്കുകൊണ്ട് ഞാനിതാ സ്തുതിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ശ്ലോകം തൊട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. ഇത് തന്നെ വേറൊരു അർത്ഥത്തിലും ഈ എടുക്കാറുണ്ട് ശൈവമായിട്ട്. മൂന്നാമത്തെ ശ്ലോകത്തിലും ഇതേമാതിരി തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആ ഭാഗത്ത് തൻ്റെ വാക്കിൻ്റെ ശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. അല്ലയോ ഭഗവാനെ, ഞാൻ എത്ര അർത്ഥാലങ്കാരങ്ങളോടും മധുരമായതുമായിട്ടുള്ള വാക്കുകൾ, എത്രയോ വേദങ്ങൾ, ബ്രഹ്മാവിൻ്റെ വാണിയാണ് വേദങ്ങളെന്ന് പറഞ്ഞാൽ, അവർ സ്തുതിച്ചിട്ട് പോലും നിന്നെ കിട്ടിയിട്ടില്ല. വേദങ്ങളുടെ സ്തുതി ഭാഗവത്തിൽ തന്നെ നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. വേദങ്ങൾ വളരെ കഷ്ടപ്പാടെന്താണ്. അവർ പറയും ഞങ്ങൾക്ക് നിന്നെ എങ്ങനെ സ്തുതിക്കേണ്ടതെന്ന് അറിയണില്ല. അതേപോലെ അങ്ങേ വിസ്മയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ട് പോലും പരാജയപ്പെട്ടിട്ടുണ്ട്. എനിക്കങ്ങനത്തെ അഹങ്കാരമൊന്നുമില്ല മഹാദേവ. ഞാൻ അങ്ങേ വിസ്മയിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. തു പുരമഥന ഭവത ത്രിപുരാന്തക, അങ്ങയുടെ ഗുണങ്ങളുടെ ഗാനങ്ങളെ പാടുന്നത് കൊണ്ട് അങ്ങനെയാണ് എൻ്റെ വാക്ക് ശുദ്ധമാവാൻ പോണത്. ഞാൻ ആദ്യമേ എൻ്റെ വാക്ക് ശുദ്ധമായിട്ട് വന്നിട്ട് നിന്നെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. എനിക്കൊരവകാശവാദമില്ല. നിൻ്റെ നാമം പറഞ്ഞിട്ട് എൻ്റെ
വാക്കുകൾ ശുദ്ധമാവട്ടെ എന്ന് പറയണം. അപ്പം പുരമഥന എന്നുള്ളത് അവിടെ ത്രിപുരാന്തക എന്നുള്ള അർത്ഥത്തിലെടുത്തു. മധുസൂദന സരസ്വതി ഇതിനെ തിരിച്ചിട്ടിട്ട് പുരമഥന, സ്വന്തം ശരീരത്തെ കടയണവൻ. ആരാ? പാലാഴി കടയുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ശരീരത്തെ കടയണവൻ യോഗി. യോഗവിദ്യയാണ് പാലാഴി കടയുക. കടകോല് നമ്മുടെ നട്ടല്ല, മന്ദരപർവ്വതം. ആ പാലാഴി മഥനം എവിടെ നടന്നു എന്ന് ചോദിച്ചാൽ അത് ശരീരത്തിലാണ് നടക്കണത്. പുരമഥന ബ്രഹ്മൻ വാച. എവിടെ നടക്കണോ? പുരമഥന. പുരം ഗോകുലം. ആ ഗോകുലത്തിനെ ഇളക്കി മറിച്ചത് ആരോ? ആരാ ഗോകുലത്തിനെ ഇളക്കി മറിച്ച്? കൃഷ്ണൻ, നാരായണൻ. ആ ഗോകുലം ആരുടെ വാസസ്ഥാനാണോ അങ്ങനെയുള്ള ഭഗവാനെ ബ്രഹ്മൻ, അവിടെ ബ്രഹ്മാവ് തുടങ്ങിയവർ എന്നുള്ള ബ്രഹ്മവാണി എന്ന് അവിടെ പറഞ്ഞ അർത്ഥമല്ല, ബ്രഹ്മൻ അഭിസംബോധനയാണ്. അല്ലയോ പരബ്രഹ്മമേ. അർത്ഥം ഒരേ വാക്കാണ്. സംസ്കൃതത്തിൻ്റെ ഭംഗി നോക്കൂ. ഒരേ വാക്ക് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. അല്ലയോ പരമേശ്വര, വാച പരമം അമൃതം. നേരത്തെ വേദങ്ങളുടെ പരമമായ വാക്കുകൊണ്ട് പോലും നിന്നെ വിസ്മയിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞതിൻ്റെ അതേ വാക്കെടുത്തിട്ട് ഇവിടെ പറയാണ്. എല്ലാ വാണിയുടെയും എന്തൊക്കെ വാക്കുകൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ആശയം ഒറ്റൊന്നാണ്. ഹിരണ്യഗർഭൻ തുടങ്ങി സകല ദേവന്മാരുടെയും ആചാര്യനായിട്ടുള്ള അവിടുന്ന് അങ്ങയുടെ മഹിമകൾ സ്തുതിക്കാൻ സരസ്വതി ദേവിക്ക് പോലും സാധിക്കില്ല. അവള് പോലും ആശ്ചര്യപ്പെട്ടിട്ട് ഞാൻ എങ്ങനെ സ്തുതിക്കുന്ന ആലോചിച്ചുകൊണ്ട് നിൽക്കണു. അങ്ങനെയുള്ള ഞാൻ അങ്ങയെ സ്തുതിച്ച് വലിയ ആളാണെന്ന് അഹങ്കരിക്കുമോ? ഒരിക്കലുമില്ല. ഞാൻ അങ്ങയെ സ്തുതിച്ചിട്ടാണ് എൻ്റെ വാക്കുകളെ ശുദ്ധമാക്കണമെന്ന് പറയും പുഷ്പകന്ധൻ. ഈ വിധത്തിൽ ഇതിൻ്റെ ഓരോ ശ്ലോകം എടുത്ത് നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസ്തരിച്ച് മനസ്സിലാവും. ഈ രണ്ടും ശിവൻ വിഷ്ണു, ഹരിയും ഹരനും ഒன்று അത് തെരിയാതവൻ വായില മണ്ണ് എന്ന് പറയും തമിഴിൽ. അതായത് അങ്ങനെ ശിവനും വിഷ്ണു ഒന്നാണെന്നറിയാത്തവൻ ചത്ത പോലെയാണെന്ന്, അവൻ്റെ വായിൽ പിന്നെ മണ്ണിട്ടാൽ മതി. ഭേദഭാവം കാണിക്കുന്നവൻ നശിപ്പിക്കും, ഭേദഭാവം കാണിക്കാത്തവൻ സാക്ഷാത്കരിക്കും. ഇത് മനസ്സിലാക്കുക. അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഭൂമിയാണ് മമ്മിയൂർ ക്ഷേത്രം. നാരായണനും ഹരിയും ഹരനും ഒരേപോലെ വാഴണ സ്ഥലം, പുണ്യഭൂമി. മാനവേദൻ്റെ സാന്നിധ്യം കൊണ്ട് പവിത്രമായിട്ടുള്ള ഇത് രണ്ടുപേരെയും ഒന്നിച്ച് കണ്ട ആളായിരുന്നു അദ്ദേഹം. ആ ബാണയുദ്ധത്തിലെ ശങ്കരനാരായണ സ്തുതിയിൽ സ്പഷ്ടമാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു ഏത് ക്ഷേത്രത്തിൻ്റെ കാര്യം എനിക്കറിയില്ല. മമ്മിയൂർ ക്ഷേത്രത്തിൽ ശിവമഹിമ്ന സ്തോത്രത്തിനുള്ള പ്രാധാന്യം അത് മൂർത്തിസ്വരൂപത്തിൽ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ആവുന്നത്ര ആ ഭഗവാനെ ഈ രണ്ടാം രുദ്രം എന്നറിയപ്പെടുന്ന, രണ്ടാമത്തെ ശ്രീരുദ്രം എന്നറിയപ്പെടുന്ന ഈ മഹിമ്ന സ്തോത്രം കൊണ്ട് ആവുന്ന പോലെ ഭജിക്കുക, സ്തുതിക്കുക. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പറഞ്ഞിട്ടില്ല. അത്ര മഹിമ്ന പാരംതേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആ കടലിൻ്റെ കോടിക്കോടിയിൽ അംശം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്തെങ്കിലും അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ എൻ്റെയാണ്. ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊന്നു ഗുരുവായൂരപ്പൻ പറയിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. എല്ലാവരെയും ആ ഗുരുവായൂരപ്പനും മഹാദേവനും അമ്മിയൂരപ്പനും മനസ്സ് നിറഞ്ഞ് നിങ്ങളെയും ദേശത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര ശംഭോ നാരായണ മഹാദേവ.